പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദാസം വാദാലേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹൃത്പുണ്ഡരീകാന്തരസന്നിവിഷ്ടം സ്വതേജസാ വ്യാപ്തനഭോവകാശം അതീന്ദ്രിയം സൂക്ഷ്മവനന്ദമാദ്യം ധ്യായേൽ പരമാനന്ദമയം മഹേശം. ഹരഹര നമഃ പാർവതീപദേ ഹരഹര മഹാദേവ. അനന്യത്രാണൈക പ്രവണഹൃദേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദ്യനുഭവ മനോരോഗശമന പ്രവീണാവാണീം സൽപ്രകര പരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായേ നമഃ. ആരൂഢ പ്രൗഢവേഗ പ്രവചിത പവനം തുംഗതുംഗം തുരംഗം ചേലം നീലം വസാനക്കരതല വികസൽ ചാരുകോ ദണ്ഡദണ്ഡ രാഗദ്വേഷാദിനാനാവിധ മൃഗപടലീ ഭീതിർഭൂതവർത്ത കുർവന്നാഖേടലീലാം പരിലസുതു മനക്കാനനേ മാമകീനേ. സ്വാമി ശരണമയ്യപ്പം. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര എത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം ശ്രീ ആഞ്ജനേയ സ്വാമി ജയ. കോമളം കൂജയൻ വേണം ശ്യാമലോയം കുമാരക വേദവേദ്യം പരമോ ബ്രഹ്മ ഭാസദം പുരതോ മമ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമഹാഗണപതേ നമഃ. ശ്രീ മഹാസരസ്വതീ നമഃ. ഹരഹരോ ഹരഹര. ശ്രീമദ് ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ഗണപതി വന്ദിത സംഭമഹേശ്വര നന്ദിനി സേവിത ശൈലപതേ ഗുരുഗുഹവത്സല ഭൂതി വിഭൂഷിത ഭൂതഗണാധിപ ഭൂതപദേ വിശദര കന്ദര ധാന്യ വിശ്വേശ്വര ചന്ദ്രകലാധര ധാരുജേ. ശിവ ശിവ ശങ്കര ശ്രീപരമേശ്വര ശൈലസുദാസക പാഹി വിഭോ. ഹരഹര നമഃ പാർവതീപദേ ഹരഹര മഹാദേവ. സജ്ജനങ്ങൾക്കെല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ശ്രീ മഹാദേവൻ്റെയും മണിദ്വീപത്തിൽ പരാപട്ടാരിയായിട്ട് ശോഭിച്ചു സാക്ഷാൽ ജഗദംബയുടെയും മറ്റ് ദേവീ ദേവന്മാരുടെയും ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞുമുള്ള നിരവധി ഗുരുകാരണവന്മാരുടെയും സജ്ജനങ്ങളുടെയും അപാരമായ കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വലിപ്പം കൊണ്ട് ഏറ്റവും പുണ്യവും പവിത്രവും
പരിപാവനമായുള്ള മഹാശിവരാത്രി ദിനത്തില് സാക്ഷാൽ മഹാദേവന്റെ മമ്മിയൂരപ്പന്റെ തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കുറച്ചു നേരം ഈശ്വര വിചാരം ചെയ്യാൻ, ഭഗവാന്റെ വാത്സല്യത്തെക്കുറിച്ചും ഭഗവാന്റെ കൃപയെക്കുറിച്ചും ഭഗവാന്റെ ദയയെക്കുറിച്ചും ഭഗവാന്റെ വൈഭവത്തെക്കുറിച്ചും സ്മരിക്കുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായി കണ്ടുകൊണ്ട് നമുക്ക് കുറച്ചു നേരം ഈശ്വര വിചാരം ചെയ്യാം. അതിന് അവസരം ഉണ്ടാക്കുന്നത് ഭഗവാന്റെയും ഭഗവതിയുടെയും ഇതിൻ്റെ മലബാർ ദേവസ്വം ഭാരവാഹികളുടെയും സമിതി അംഗങ്ങളുടെയും ഉപരി ശ്രോതാക്കളായിട്ട് എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കുംഭമാസത്തിലെ കർത്തപക്ഷ ചതുർദശിയിൽ അനുഷ്ഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ വ്രതമാണ് മഹാശിവരാത്രി വ്രതം. ഈ ദിവസം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് വ്രതം എടുത്താൽ ശിവലോകത്തിലെത്തി അവിടെ സാക്ഷാൽ ശിവപെരുമാളിനോട് കൂടി കഴിയാമെന്ന് ചില ഗ്രന്ഥങ്ങളിൽ പുരാണങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നു. വ്രതം എന്ന് പറഞ്ഞാൽ വരിച്ച് ആചരിക്കുക, അനുഷ്ഠിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ വ്രതം അനുഷ്ഠിച്ചാൽ പൊതുവെ എന്താണ് നേട്ടം ചോദിച്ചാൽ, മനുഷ്യന് ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് അഥവാ ആധ്യാത്മികതയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അഥവാ നമ്മുടെ ലക്ഷ്യത്തിനുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു ജീവന്റെയും ഏതൊരു മനുഷ്യന്റെയും ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. അപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വളരെ ലളിതവും സുഖവുമായിട്ടുള്ള വഴിയാണ് വ്രതാനുഷ്ഠാനം. അതൊരു സങ്കല്പത്തിൽ കൂടെ ആവുമ്പോഴാണ് സുഖമായി വരിക. ഈ വ്രതം എന്ന് പറയുന്നത് ശിവസങ്കല്പത്തിലൂടെയാണ്. ശിവസങ്കല്പമെന്നും ശിവന്റെ സങ്കല്പമെന്നും ശിവമായ സങ്കല്പം എന്നൊക്കെ നമ്മൾ ഈ വ്രതത്തിന് പറയും. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ്. അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാലോ മംഗളസ്വരൂപി അഥവാ മംഗളസ്വരൂപൻ. മംഗളസ്വരൂപനായുള്ള ശിവഭഗവാനെ, ശിവപെരുമാളിനെ പരമാത്മ സങ്കല്പത്തില് കണ്ടുകൊണ്ട് അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഈ ശിവരാത്രി വ്രതം. അതിന് ശിവസങ്കല്പം എന്നുകൂടി പറയണം. നമ്മുടെ അന്ധകരണത്തിലുണ്ടാകുന്ന കാമക്രോധാദികളെ കളഞ്ഞ് മംഗളകരമായ സങ്കല്പങ്ങളെ അന്ധകരണത്തില് നിലനിർത്താൻ സാധിച്ചാൽ അതിൻ്റെ പേരാണ് ശിവസങ്കല്പം. വേദത്തിലും ശിവസൂക്തത്തിലുമൊക്കെ മഹർഷിമാര് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല ചിന്തകളെ കൊണ്ട് എൻ്റെ മനസ്സിനെ നിറയ്ക്കണമേ എന്ന്. അങ്ങനെ നല്ല സങ്കല്പങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നേരെയാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ ശിവരാത്രി വ്രതം എന്ന്
കാണിച്ചത്. ഈ ഫാനൊക്കെ ഒഫിച്ചു ഫാൻ. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ കുറെ സംശയങ്ങളുണ്ട്. പൊതുവെ ഹിന്ദുക്കളുടെ ഈ ദേവന്മാരുടെ ആരാധനകളെ കുറിച്ച് പല സംശയങ്ങളുണ്ടാവും. എന്താ സംശയം എന്നാണെങ്കിൽ ഈ ലിംഗാരാധന, ലിംഗപ്രതിഷ്ഠ, പൂജകളിൽ കുറെ സംശയം. മറ്റ് ദേവന്മാരെയൊക്കെ നമ്മൾ രൂപത്തിൽ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ലിംഗാരാധന എന്ന് പറഞ്ഞാൽ ചിലരുടെ ഒരു ധാരണ ഏതോ ഒരു അവയം വെച്ച് പൂജിക്കുക, ഇത് ശരിയാണോ എന്നാണ് സംശയം. ലിംഗം എന്ന് പറഞ്ഞാൽ അവയവം ഉണ്ടെങ്കിലും അത് അവയവത്തെ സൂചിപ്പിക്കുന്ന അല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മള് സ്ത്രീലിംഗം എന്ന് പറയും, പുല്ലിംഗം എന്ന് പറയും, നപുംസകലിംഗം എന്ന് പറയും, ജ്യോതിർലിംഗം എന്നൊക്കെ പറയും. അവിടെയൊക്കെ ഒരു അവയവ സങ്കല്പമാണ്, അല്ല ഒരു തിരിച്ചറിയൽ, ഒരു സൂചനയാണ്. ഇതാരെ തിരിച്ചറിയുന്നതാണെങ്കിൽ സാക്ഷാൽ പരമ്പരകളായിട്ടുള്ള പരബ്രഹ്മത്തെ തിരിച്ചറിയുന്ന ഒരു സൂചനയാണ് ലിംഗാരാധന എന്ന് പറയുന്നത്. ഈ സമസ്ത പ്രപഞ്ചത്തിന്റെയും പ്രപഞ്ചത്തിലെ വസ്തുക്കളെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനാണ്, അഥവാ ആത്മാവാണ്, പരമ്പരയുള്ള ബ്രഹ്മമാണ്. ഈ ഭഗവാനെയോ ആത്മസ്വരൂപത്തെയോ ബ്രഹ്മത്തെയോ നമുക്ക് കാണാൻ പറ്റില്ല. അത് ഇന്ദ്രിയ ഗോചരമല്ല, അല്ലേ? ആരും ബ്രഹ്മത്തെ കണ്ടായിട്ട് പറയാറില്ലല്ലോ. ബ്രഹ്മം എപ്രകാരം ഇരിക്കും എന്നാണെങ്കിൽ ശാസ്ത്രങ്ങൾ പറയണത് അത് എവിടെ തുടങ്ങണോ, എവിടെ ആവിർഭവിക്കണോ, എവിടെ ലയിക്കണോ, അതിന്റെ തുടക്കം എവിടെയാണ്, അതിന്റെ ഒടുക്കം എവിടെയാണ്, അതിന്റെ മധ്യം എവിടെയാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആകാശം പോലെ എന്നൊക്കെ ഭാഗവതത്തിലൊക്കെ പറയും. ആകാശം എവിടെ തുടങ്ങണോ, ആകാശം എവിടെ അവസാനിക്കണോ, എവിടെ പോയാലും നമുക്ക് കാണാം. ഇതുപോലെ ആ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ഒരു ആരാധനയാണ് ശിവലിംഗത്തിലൂടെ. ശിവ ചേർന്നു മാത്രം ലിംഗാരാധന. കാര്യം ലിംഗപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ആ രൂപത്തിന്റെ എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്, ഇല്ലേ? അത് വട്ടത്തിലാണ്, താഴോട്ടെ എവിടെ ചെന്ന് ചേരുക എന്ന് നമുക്കറിയില്ല. അതാണ് അതിന്റെ വാസ്തവം. എന്നാലും കഥകളിലൂടെ മഹാദേവന്റെ ലിംഗം വീണു, അതിനനുസരിച്ചുള്ള ആരാധന വന്നു പല പുരാണങ്ങളും പറയുന്നു. ഈ ശിവലിംഗ ആരാധനയെ പറ്റിയും ശിവക്ഷേത്രം വന്നതിനെ പറ്റിയും പ്രധാനമായിട്ട് വാമന പുരാണം, ശിവപുരാണം, ദേവി ഭാഗവതം, ഇതിലൊക്കെ സ്പർശിച്ചു പോകുന്നുണ്ട്. 2-3 കഥകളുണ്ട്. എന്തിനാ അങ്ങനെ ഈ കഥകളൊക്കെ പുരാണങ്ങൾ ചേർത്ത് വച്ചിരിക്കണേന്ന് ചോദിച്ചാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ആ കഥകളിലൂടെ മാത്രമേ കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ആനയെ കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് ആനയുടെ ചിത്രം വരച്ച് കാണിച്ചു കൊടുത്താൽ അവനെ ശരിക്കുള്ള ആനയെ കണ്ടെത്തിച്ചറിയും. ഇതുപോലെ അല്ലേ? ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഏതാന്ന് ചോദിച്ചാൽ, ഈ ശിവലിംഗ ആരാധന വരാനുള്ള പശ്ചാത്തലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, സതീദേവി നഷ്ടപ്പെട്ട മഹാദേവന്റെ ആ ദുഃഖത്തോടുകൂടി ചേർന്നുണ്ടായതാണെന്ന് വാമനപുരാണവും ദേവി ഭാഗവതമൊക്കെ പറയണം. ആ സതീദേവി നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ
എടുത്തു പറയണ ഒരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, ദക്ഷയാഗം. ദക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രജാപതി നടത്തിയ യാഗം, അതിന്റെ പ്രത്യേകത എന്താണെന്നാണ് ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ ദക്ഷയാഗത്തെ കുറിച്ച് പല പുരാണങ്ങളിലും വിസ്തരിക്കുന്നുണ്ട്. അതിന് പ്രധാന അടിസ്ഥാനം ശ്രീമദ് ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തില് തുടക്കഭാഗത്തിൽ 6-7 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അവിടേക്ക് നമ്മൾ വരാം. എന്നാലും ശിവലിംഗ ആരാധന വന്നതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ദക്ഷയാഗത്തിലേക്ക് വരാം. ഈ സതി നഷ്ടപ്പെട്ട മഹാദേവൻ ദുഃഖിച്ച് കോപാകുലനായിട്ട് ഒരിക്കല് എടുത്ത് ഓടിയെന്ന് വാമന പുരാണത്തിൽ പറയുന്നു. വാമനൻ ഭഗവാന് ദുഃഖം ഉണ്ടാവോ അല്ലെങ്കിൽ ഭഗവാന് ക്രോധം ഉണ്ടാകുമോ എന്ന പുരാണത്തിലെ കഥയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഷമാവും. ചില സമയത്ത് ഭഗവാനാണേലും ചിലപ്പോൾ ദേഷ്യം വരേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ വിന്ധ്യാപർവ്വതത്തിൽ വന്ന് കയറിയ മഹാദേവൻ അവിടെയുള്ള ദാരുവനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഭഗവാന്റെ ഈ ഓട്ടസമയത്ത് കാമദേവൻ ഭഗവാനിലേക്ക് പ്രവേശിച്ചു. ആ കാമാവശ്യത്തോട് ഈ ഭഗവാൻ ഇങ്ങനെ ഓടിയപ്പോൾ അവിടെ ഒരു കൂട്ടം മഹർഷിമാരിൽ തപസ്യയുണ്ടായിരുന്നു. അവരുടെ കൂട്ടം തന്നെ അവരുടെയൊക്കെ പത്നിമാരുണ്ടായിരുന്നു. മഹാദേവൻ അവിടെ ചെന്ന് കയറിയപ്പോൾ മഹർഷിമാരോട് ഭിക്ഷ യാചിച്ചു എന്നാണ് പറയുന്നത്. മഹർഷിമാര് മഹാദേവനെ ശ്രദ്ധിച്ചില്ല തന്നെയല്ല, അല്പം ഒരു നിന്ദനം കൂടി വന്നു. ഭിക്ഷ അയക്കുന്ന കണ്ടപ്പോൾ മഹർഷിമാരുടെ ഭാര്യമാര് ഭിക്ഷയുമായിട്ട് വന്നു. ഓരാ മഹാദേവന്റെ പ്രഭുത്വവും മഹാദേവന്റെ യോഗേശ്വരത്വം ഒക്കെ കണ്ട ഈ മഹർഷിമാരുടെ ഭാര്യമാര് മഹാദേവന്റെ പിന്നാലെ ഓടിയത്രേ. ഇത് മഹർഷിമാർക്ക് ഇഷ്ടായില്ല. ആ സമയത്ത് മഹർഷിമാര് മഹാദേവനെ ശപിച്ചു എന്നാണ് വാമന പുരാണം പറയുക. അങ്ങയുടെ ലിംഗം വീണ് പോട്ടെ. മഹർഷിമാര് അവര് തപശക്തിയുള്ളവരാണ്, ചൈതന്യവിശേഷമുള്ളവരാണ്. അതിന്റെ ഫലമായിട്ട് ശിവപെരുമാളുടെ ലിംഗം ഭൂമിയിൽ വീണു. ആ ശിവലിംഗം അണ്ടകടാഹങ്ങളെ ഭേദിച്ച് മുകളിലിട്ടു. അതിന്റെ ഒരഗ്രം താഴേക്ക് പാതാളത്തിലേക്കും പോയിത്രേ. ഭൂമി മുഴുവൻ നിറഞ്ഞു നിന്നു. മഹർഷിമാർക്കും ദേവന്മാർക്കും ഒന്നും ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതായി. ഭൂമി കുലുങ്ങിയിത്രേ. പർവ്വതമൊക്കെ അടർന്നു വീഴാൻ തുടങ്ങി. സത്യലോകത്തിലിരുന്നുള്ള ബ്രഹ്മാവ് പരിഭ്രമിച്ചു. ബ്രഹ്മാവി എന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനോട് ഇവരറിയിച്ചു. ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടി വന്ന് സാക്ഷാൽ മമ്മിയൂരപ്പനെ വേണ്ട പോലെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചപ്പം മഹാദേവനോട് ദർശനം ചെയ്തു. ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞാണെന്ന്, രക്ഷിക്കാൻ വഴിയുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ശിവലിംഗത്തെ പ്രതിഷ്ഠ ചെയ്ത് ക്ഷേത്രമാക്കി ആരാധിക്കണം എന്ന് മഹാദേവൻ അവരോട് ആവശ്യപ്പെട്ടത്രേ. അവർ വാക്കുകൊടുത്ത് ചെയ്യാമെന്ന്. അങ്ങനെ മഹാദേവൻ തന്നെ ആ ലിംഗത്തെ ചെറുതായിട്ട് ചുരുക്കി. മഹാദേവൻ കൊടുത്ത വാക്കനുസരിച്ച് മഹാദേവൻ പറഞ്ഞ വാക്കിനെ മാനിച്ചുകൊണ്ട് ബ്രഹ്മാവ് കനകപിംഗളമായുള്ള ആ ശിവലിംഗത്തെ പ്രതിഷ്ഠ ചെയ്തു. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എങ്ങനെ വേണം ഈ ശിവാരാധന നടത്താൻ എന്ന് ചിട്ടപ്പെടുത്തിയത്. ശിവാരാധന നടത്തുന്ന 4 തരം സമ്പ്രദായം
വിഷ്ണു സങ്കല്പിച്ച് ചിട്ടപ്പെടുത്തി. അതിന്റെ പേരാണ് ഒന്നിന് ശൈവമെന്നും മറ്റൊന്നിന് പാശുപതമെന്നും മൂന്നാമത്തേന് കാപാലികമെന്നും നാലാമത്തതിന് കാലതമെന്നും. അപ്പൊ മഹാദേവന് ലിംഗപ്രതിഷ്ഠ ആദ്യം നടത്തിയത് ബ്രഹ്മാവും പൂജാ സംവിധാനങ്ങളൊക്കെ ചെയ്ത് മഹാവിഷ്ണുവാണ്. അങ്ങനെ ചെയ്തത് എന്നായിരുന്നു ആണെങ്കിൽ ഒരു കുംഭമാസത്തിലെ കറുത്ത ചതുർദശിയിലായിരുന്നു അത്രേ. ഈ ദിനത്തെ ശിവരാത്രിയായിട്ട് കൽപ്പിച്ച് ഉപവാസം ചെയ്യണം എന്ന് മഹാദേവന്റെ അല്ലപ്പാടില് അന്ന് തൊട്ട് തുടങ്ങിയതാണ് അത്രേ ഈ ശിവരാത്രി വ്രതം. അന്ന് തന്നെയാണ് അതിന് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്താണ് ലിംഗാരാധന വന്നതെന്ന് വാമന പുരാണം പറയുന്നു. മറ്റൊരു പുരാണം നോക്കിയാൽ ദേവീ ഭാഗവതത്തിൽ പറയുന്നത് വേറൊരു രീതിയിലാണ് പ്രായം. അപ്പൊ പുരാണങ്ങൾ ഇങ്ങനെ പലതായിട്ട് പറഞ്ഞാൽ എങ്ങനെ ശരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പല രുചിക്കാരല്ലേ. ശാസ്ത്രം നമ്മളോട് പറയണ ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ എന്നാ. ഉള്ളതായിട്ടൊരു വസ്തുവേ ഉള്ളൂ, അതാ സച്ചിദാനന്ദ ബ്രഹ്മം ഭഗവാൻ മാത്രം. എന്നിട്ടും നമ്മൾ പല ദേവന്മാരെയും ദേവിമാരെയും ആരാധിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മളെ ഭിന്ന രുചിക്കാരാണ്. എന്നും രാവിലെ കഞ്ഞിയും പയറും കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വിശപ്പും ദാഹമൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കഴിച്ചാൽ മതി. പക്ഷെ നമ്മളെങ്കിലും പലത് കഴിക്കണോ? ഓരോരുത്തരുടെ രുചി അനുസരിച്ച് അല്ലേ? ഇതുപോലെയാണ് നമ്മുടെ ഈ ബ്രോഡായിട്ടുള്ള ഈ ആരാധനാ സമ്പ്രദായം. അപ്പൊ ദേവീഭാഗത്തിൽ എന്താ പറയണെന്നാണെങ്കിൽ ഒരിക്കല് ത്രിമൂർത്തി സങ്കല്പം പോലും എങ്ങനെയാണ് വാസ്തവത്തില് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ തന്നെ അല്ലെ, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 3 സങ്കല്പത്തിലാണ്. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹാദേവനെയും ഗുരു സങ്കല്പത്തിൽ പ്രാർത്ഥിക്കും. ഇങ്ങനെ 3 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഉണ്ടോ? 3 ഇല്ല. ഒരേ ഒരു ആത്മാവ് ബ്രഹ്മാവായിട്ടുകൊണ്ട് സൃഷ്ടി നടത്തണോ, ആ ആത്മചൈതന്യം തന്നെ വിഷ്ണുവായിട്ടിരുന്നുകൊണ്ട് പാലിക്കണോ, മഹാദേവനായിരുന്നുകൊണ്ട് ഇല്ലേ സംഹാരം നടത്തും. സംഹാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തല്ലിക്കൊല്ലുമൊന്നും അല്ല. ഇനി ആധ്യാത്മിക തലത്തിൽ ചിന്തിച്ചാൽ ഈ 3 ഭാവമാണ്. അത് ഈശ്വരാരാധന അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ തലത്തിൽ ചിന്തിച്ചാൽ ഒരു ജീവന് ആ ജ്ഞാനത്തിന്റെ വിത്ത് പാകലാണത്രേ ബ്രഹ്മാവ് ചെയ്യുന്നത്, സൃഷ്ടി. ആ വിത്ത് വേണ്ട പോലെ കിളിച്ചു വന്ന ഫലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ചില നമ്മുടെ പാടത്തൊക്കെ വിത്തിറങ്ങി കഴിഞ്ഞാൽ ഫലം ഉണ്ടാകാൻ കളപറിക്കുന്ന മാതിരി അതിൽ ഫലം ഉണ്ടാകുന്നതിനുള്ള തടസ്സങ്ങളെയെല്ലാം മാറ്റുന്ന സമ്പ്രദായമാണ് മഹാദേവന്റെ. അല്ലാണ്ട് നാട്ടിലുള്ളവരെല്ലാം തല്ലിക്കൊല്ലല്ല മഹാദേവന്റെ പണി. ഒരു ജ്ഞാനം തെളിഞ്ഞു വരുന്നതിന് എന്തെല്ലാം തടസ്സമുണ്ടോ? നമുക്ക് ജ്ഞാനം തെളിഞ്ഞു വരാനാണെങ്കിൽ എന്തൊക്കെയാ തടസ്സം? എത്രയാന്ന് പറയാമല്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈർഷ്യ, കുശുംബ, കുരുഷ്ട, ഇനി അങ്ങോട്ട് എത്ര വരെ എന്ന് പറഞ്ഞാൽ അങ്ങ് പറയാം അല്ലേ? ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് അതിന്റെ തടസ്സമായിട്ട് നിങ്ങൾ. ഇതിനൊക്കെ ഇല്ലാതാക്കലാണ്, അതിനെയൊക്കെ സംഹരിക്കലാണ് മഹാദേവ് ചെയ്യുന്നത്, സംഹാരമോ. ആ സമയം അങ്ങനെ ആയിക്കഴിഞ്ഞാലോ അതിൽ വേണ്ട പോലെ ഫലം തെളിഞ്ഞു വരും. ആ തെളിച്ചു കൊണ്ടുവരലാണ് വിഷ്ണു ചെയ്യുന്നത്. അത് 3 സങ്കല്പം. അതുകൊണ്ടാണ് നമ്മൾ അവരെ 3നെയും 3 രീതിയിൽ നമസ്കരിക്കാറില്ല. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ. അവിടെ എടുത്തു പറഞ്ഞു സാക്ഷാൽ അല്ലേ, ആ പരബ്രഹ്മമാകുന്ന ഗുരുവിനെയാണ് 3 സങ്കല്പത്തിൽ നമ്മൾ സ്മരിക്കാറുള്ളത്.
അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 3 ഭാവം വന്നതിൽ 2 ഭാവക്കാർക്ക് അഹങ്കാരം ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലം. ഒരിക്കല് ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ഒരു യാത്ര പുറപ്പെട്ട തരവ് സത്യലോകത്തിൽ നിന്ന് ബ്രഹ്മാവ് ഇറങ്ങി വന്ന് നടക്കണു, വിഷ്ണുലോകത്തിൽ നിന്ന് വിഷ്ണു ഇറങ്ങി വന്ന് ഇവർ രണ്ടുപേരും കൂടി ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടിയതായി. അപ്പൊ കണ്ടുമുട്ടിയപ്പം അവർക്ക് അവിടെ മത്സരബുദ്ധി ഉണ്ടായി. നമ്മുടെ ഭാഷയെ പറഞ്ഞ അഹം, ഈഗോ. ബ്രഹ്മാവ് പറഞ്ഞ് മാറി നിൽക്കാൻ വിഷ്ണുവിനോട്. വിഷ്ണു പറഞ്ഞ് താനങ്ങ് മാറി നിൽക്കേ. ഇവര് തമ്മിൽ മത്സരം ഉണ്ടായി. ആലോചിച്ച് നോക്കൂ, ബ്രഹ്മാവിന് വിഷ്ണുവൊക്കെ അങ്ങനെ മത്സരം ഉണ്ടായി പിന്നെ നമ്മുടെ കാര്യം പറയണോ അല്ലേ? അതുകൊണ്ട് ആകാന്നല്ല, ആകാതിരിക്കാനുള്ള കഥയാ പറഞ്ഞു തരുന്നത്. എന്താ തമ്മിൽ ചോദിച്ചു, ഞാൻ മാറി നിൽക്കാൻ നിനക്കെന്താ ഇത്ര പ്രത്യേകത? ബ്രഹ്മാവ് പറഞ്ഞു, എന്റെ പ്രത്യേകത ഞാനാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് കേവൻ. വിഷ്ണു പറഞ്ഞു, സൃഷ്ടിക്കാൻ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, ഇതിനെ പരിപാലിച്ചു കൊണ്ട് നടക്കുകയാണ്, കുറച്ച് കഷ്ടപ്പാടുള്ളത് അല്ലേ? ധനം സമ്പാദിക്കാൻ വിഷമില്ല, ധനം അത് എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് തന്നെയാണ് ഇല്ലേ ശ്രേഷ്ഠത എന്ന് പറയണതായി. ഇങ്ങനെ രണ്ടുപേരുടെയും കേമത്തം പറയാൻ തുടങ്ങി. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, ഇതെല്ലാം സാക്ഷി മഹാദേവൻ. അവരുടെ അഹങ്കാരം കളയാൻ അവരുടെ വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെ നടുവിലെ ഒരു മനോഹരമായ സ്വർണവർണ്ണത്തിലുള്ള ലിംഗം വന്ന് നിർത്താൻ. എന്നിട്ട് മഹാദേവൻ അശരീരിയായിട്ട് പറഞ്ഞു, എന്ത് ഈ ലിംഗത്തിന്റെ മുകളറ്റ് ആര് കാണുന്നോ താഴറ്റ് ആര് കാണുന്നു ആദ്യം അവരാണത്രേ കേമൻ എന്ന് പറഞ്ഞു. അശരീരിയായിട്ട് ഇതിന്റെ രണ്ടറ്റം അങ്ങോട്ട് ഒന്ന് മേളിലോട്ട് പോയി താഴോട്ട് പോയി പാതാളത്തിലേക്ക്. ബ്രഹ്മാവ് ചോദിച്ചു വിഷ്ണുനോട്, നീ എവിടേക്കാ പോണത്? ഞാൻ താഴേക്ക് പൊക്കോളാം. ഇപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, അല്ലേലും നീ അധോഗതിക്കാരൻ തന്നെ, പൊക്കോതാഴുന്നത്. അങ്ങനെ വിഷ്ണു ഈ ശിവലിംഗത്തിന്റെ അടിയേറ്റം കാണാൻ താഴേക്ക് പോണു. ബ്രഹ്മദേവൻ ഹംസവാഹനത്തിൽ കയറി മുകളിലോട്ട് പോണു. കുറെ യാത്ര ചെയ്തു. വിഷ്ണുവിന് മനസ്സിലായി ഇത് കണ്ടുമുട്ടാൻ പറ്റില്ല. അദ്ദേഹം എവിടെ വെച്ചാണോ മത്സരം അവിടെ വന്നിരുന്നു. ബ്രഹ്മദേവൻ കുറെ യാത്ര ചെയ്തിട്ട് അവസാനം വെള്ളം പോലും കുടിക്കാതെ അങ്ങനെ കഷ്ടായപ്പോഴാണ് അത്ര മുകളിൽ ഒരു സാധനം വരുന്നത്. അതിന്റെ പേരാണ് കൈതപ്പൂ. കൈതപ്പൂവിനോട് ചോദിച്ചു, നീ എവിടുന്നാ വരണത്? ഞാൻ ഈ ശിവലിംഗത്തിന്റെ മുകളിൽ വരികയാണ്. ആവോ, സന്തോഷായി, ഞാൻ അങ്ങോട്ട് പോവാ, കുറെ യാത്രയാണ്. നീ ഒരു കാര്യം ചെയ്യോ, ഞാൻ ശിവലിംഗത്തിന്റെ മുകളിൽ വന്നോന്നും അവിടുന്ന് നീയുമായിട്ട് വന്നെന്ന് നീ എനിക്ക് ഒത്താശ പറയൂന്ന് ചോദിച്ചു. പറയാന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവും കൈതപ്പവും കൂടി വന്നു. അപ്പൊ ഇവിടെ വിഷ്ണു ഏർപ്പെട്ടു. വിഷ്ണുയോട് ചോദിച്ചു, നീ അടിയേറ്റം കണ്ടോ? ഇല്ല, ഉള്ള സത്യം പറഞ്ഞു. ബ്രഹ്മാവിനോട് വിഷ്ണു ചോദിക്കണു, അങ്ങനെ മോളറ്റം കണ്ടോ? പോവാ, ഇതെന്താ തെളിവ്? ഈ പൂ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നു. അപ്പോഴും വിഷ്ണു പറഞ്ഞു, ഇതിന് സാക്ഷി മഹാദേവനാണ്. മഹാദേവനോട് അപ്പം സാന്നിധ്യം ചെയ്തു, പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ ചോദിച്ചു ബ്രഹ്മാവിനോട്, താൻ എന്റെ മേലിട്ട് കണ്ടുവോ? കണ്ടു എന്ന് പറഞ്ഞ എത്ര സാക്ഷിയുണ്ട്. ആര്? ഈ കൈതപ്പൂ. മഹാദേവൻ അറിയാമല്ലോ തന്റെ മേലിലറ്റം കണ്ടിട്ടില്ലെന്ന്. ഇതറിയാവുന്ന മഹാദേവൻ ഈ ബ്രഹ്മാവിന് അന്ന് 5 തലയുണ്ടായിരുന്നു. കള്ളത്തരം പറഞ്ഞ തല 2 വിരലുകൊണ്ട് നുള്ളിക്കളഞ്ഞത്രേ. കുട്ടികളെ മുല്ലപ്പൂ നുള്ളി എടുക്കുന്നവൻ നുള്ളിക്കളഞ്ഞു. അപ്പൊ കള്ളത്തരം കളഞ്ഞുകൊണ്ട് ബ്രഹ്മാവിന് ഒരു തല പോയി. അങ്ങനെ കള്ളത്തരം പറയുമ്പോഴൊക്കെ തല പോക്കി നമ്മുടെയൊക്കെ തലയൊക്കെ എപ്പോഴേ പോകണ്ടായിരുന്നല്ലേ? എത്ര പ്രാവശ്യം തെറിച്ചു പോകണ്ടായിരുന്നു ഇല്ലേ? ഇതൊരു കള്ളത്തരം പറഞ്ഞപ്പോൾ ബ്രഹ്മാവിന് ഒരു തല പോയി. എന്നിട്ടൊരു ശാപം കൊടുത്തു ഭഗവാൻ, തനിക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, തന്നെ വെച്ച് പൂജിക്കാതിരിക്കട്ടെ. കള്ളസാക്ഷി പറഞ്ഞ കൈതപ്പൂവിന് ശാപം കൊടുത്തു, ഒരു പൂജയ്ക്ക് നിന്നെ എടുക്കാതെ പോട്ടെ. അതുകൊണ്ട് എന്തായി? കൈതപ്പൂ എന്ന് പറഞ്ഞാൽ മണം കൊണ്ട് മറ്റുള്ള പൂക്കളിലൊക്കെ
മേലെയാണ്, സൂര്യപൂജയ്ക്ക് എടുക്കാറില്ല. പിന്നെ മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, അതൊരു കുംഭമാസത്തിലെ കറുത്ത ചതുർദശിയിലാണെന്ന്. അതുകൊണ്ട് ഈ ലിംഗാരാധന നടത്തണം എന്ന് അവിടെ വെച്ചും പറഞ്ഞത്രേ. അങ്ങനെയാണ് ലിംഗാരാധന വന്നതെന്നും ഈ ശിവരാത്രി ഉപവാസം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് നടന്ന അന്നായിരുന്നത്രേ. അങ്ങനെ ഒരു കഥ അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ശിവരാത്രി ഇങ്ങനെ ഉറക്കളച്ചൊക്കെ ഇരിക്കുന്നതിന് വേറൊരു സംശയാസ്പദമായ കഥ കൂടിയുണ്ട്. മിക്കവാറും ധാരാളം നമ്മുടെ ആൾക്കാരൊക്കെ ധരിച്ചിരിക്കുന്നതാണ്. ദേവന്മാരും അസുരന്മാരുമായിട്ട് ഒരിക്കൽ അമൃതിന് വേണ്ടി പാലാഴി കിടഞ്ഞ ഒരു രംഗം. അന്ന് ഭഗവാൻ സാക്ഷാൽ നമ്മുടെ ഭാഷ പറഞ്ഞ ഗുരുവായൂരപ്പൻ തന്നെ വന്ന് സഹായിച്ച് പാലാഴി കടഞ്ഞു. ആ സമയത്ത് ആദ്യം വന്നത് കാളകൂട വിഷമാണ്. ഈ കാളകൂട വിഷം വന്നപ്പോൾ ദേവന്മാരും അസുരന്മാരും വല്ലാതെ പരിഭ്രമിച്ചു. എന്താ കാരണം എന്നാണെങ്കിൽ ഇത് താഴെ വീണ സർവനാശമാണ്. അപ്പോഴാണത്രേ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു, ഗുരുവായൂർ പറഞ്ഞു, ഇവിടെ മഹാദേവനുണ്ടോ മമ്മിയൂരപ്പനുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഇവിടെയല്ല, അവിടെ പാലാഴി കിടക്കുന്നത് ഉണ്ട്, സ്തുതിച്ചോളാൻ പറഞ്ഞു. അവര് സ്തുതിച്ചു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. കാര്യം മനസ്സിലാക്കിയ മഹാദേവൻ മമ്മിയൂരപ്പൻ ആ പാലാഴിയിൽ നിന്ന് വന്ന വിഷം എല്ലാം തന്റെ കയ്യിലേക്ക് എടുത്തു. എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് പറയണില്ല, നല്ലൊരു അളവുണ്ടായിരുന്നു. പക്ഷെ മഹാദേവന്റെ കയ്യിലേക്ക് വന്നപ്പോ അത് ക്ഷണികമായി മാറി. മഹാദേവൻ ആ വിഷം കയ്യിലെടുത്തിട്ട് തൻ്റെ അടുത്ത് നിന്ന ത്രിപുരസുന്ദരിയായുള്ള ദേവിയോട് ചോദിക്കണു, ഞാൻ ഈ വിഷം കഴിച്ചോട്ടെ എന്ന്. സാധാരണ രീതിയിൽ ഭർത്താവ് വിഷം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാര്യ പറയോ കഴിച്ചോളൂ എന്ന്? എന്നാ ഈ ഭാര്യ പറഞ്ഞു കഴിച്ചോളാൻ. പ്രഭാവജ്ഞ അനുമോദന എന്ന് ഭാഗവത പറയും. അനുമോദിച്ചത്ര ഭഗവാന്റെ ഈ പ്രബുദ്ധത്തെ യോഗേശ്വരത്തെ വേണ്ട പോലെ അറിയാവുന്നതുകൊണ്ട് വിഷം കഴിക്കാൻ അനുമോദിച്ചു. എന്തുകൊണ്ടാണ് ദേവി അനുമോദിച്ചത്? മഹാദേവൻ ദേവിയോട് പറഞ്ഞു, എന്തിനായി വിഷം കഴിക്കണമെന്നെങ്കിൽ ഹരിതോഷണാൽ ഗുരുവായൂരപ്പന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചോട്ടെ. ഗുരുവായൂരപ്പന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മമ്മിയൂരപ്പൻ വിഷം കഴിക്കാനും തയ്യാറാവും. മമ്മിയൂരപ്പന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനും എന്തിനും തയ്യാറാവും. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതാണ്. അവർ രണ്ടാണെന്ന് വെച്ചാൽ രണ്ടല്ല, രണ്ട് ഭാവം അല്ലേ? അങ്ങനെ ഭഗവാൻ അത് കഴിച്ച അപക്ഷൻ മഹാദേവ. ആ സമയത്താണെന്ന് ഭഗവാൻ തന്നെ യോഗശക്തി കൊണ്ട് ആ വിഷത്തെ കണ്ടത്തിൽ ഒതുക്കി നിർത്തി. അങ്ങനെ ഭഗവാൻ മഹാദേവന് രണ്ട് പേര് വന്നു. അനവധി പേരിന്റെ ഉടമയായുള്ള മഹാദേവന് ഈ പ്രകരണത്തിൽ രണ്ടുപേരും വന്നു. ഒന്ന് ആ കണ്ടത്തിന് നീല നിറം വന്നുകൊണ്ട് നീലകണ്ഠ പെരുമാറുന്നു. ഈ ശരീരം പോലും ഉപേക്ഷിക്കുന്ന ഒരു ഭാവമാണ് വിഷം കഴിക്കാന്ന് പറയുന്നത്. ത്യാഗമാണ്. അതുകൊണ്ട് ത്യാഗരാജ സ്വാമികൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അത്രേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് പറയണു അന്ന് ദേവി ഭഗവാന്റെ കഴുത്ത് കയറി പിടിച്ചത്. ഇതാരെങ്കിലും തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ധരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ് ആ ധാരണ എടുത്ത് മാറ്റണം. കാര്യം ചിലര് പ്രഭാഷണത്തിലും അങ്ങനെ പറയും. ഇവിടെ ഈ ഭാഗത്തൊന്നും പറയാറില്ല, പറയണ കേട്ടിട്ടുണ്ട്. തന്റെ ഭർത്താവിന് അപകടം ഉണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ദേവി മഹാദേവന്റെ കഴുത്തിന് കയറി പിടിച്ചത്രേ. വളരെ ശ്രദ്ധിക്കണേ. ദേവിക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവോ? മമ്മിയൂരപ്പന് മഹാദേവന്റെ യോഗീശ്വരത്വം, മഹാദേവന്റെ മഹത്വം, മഹാദേവന്റെ പ്രഭുത്വം അറിയാവുന്ന ദേവിക്ക് അങ്ങനെ സംശയം ഉണ്ടാവോ?
ഭാഗവതം നമുക്ക് അടിസ്ഥാനമാണ്, സർവവേദാന്ത സാരമാണ്. ആ ഭാഗവതം പറഞ്ഞ് പ്രഭാവജ്ഞ അന്യമോദത എന്ന് പറഞ്ഞാൽ ദേവി അനുമോദിച്ചു കഴിച്ചോളൂ എന്ന് പറഞ്ഞത്ര. കാര്യം ഇത്രയല്ല, എത്രയോ അളവ് കഴിച്ചാൽ പോലും തന്റെ പ്രഭുവിന് ഒന്നും വരില്ല എന്ന് മഹാദേവന് നല്ല ദേവിക്ക് നല്ല ഇഷ്ടമുണ്ട്. കൂട്ടത്തിൽ മറ്റൊന്നുകൂടെ പറയും, ഗുരുവായൂരപ്പ വന്ന് വായിക്കും പൊത്തിപ്പിടിച്ചെന്തറ. അയ്യോ എന്തൊരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇപ്പോഴും പലരും അത് ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ട്, ആ ധാരണ എടുത്ത് കളയണം. അത് അബദ്ധമാണ്. ആ ധാരണ അങ്ങനെ ഉറപ്പിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ മഹത്വവും സാക്ഷാൽ ത്രിപുരസുന്ദരിയായുള്ള സാക്ഷാൽ ജഗദംബികയുടെ മഹത്വവും മമ്മിയൂരപ്പന്റെ മഹത്വം എന്താണെന്ന് അറിയാത്തവരാണ്. ആലോചിക്കുക. അപ്പൊ അത് ആ ഭക്ഷ്യം കഴിച്ചത് ഒരു കുംഭമാസത്തിലെ കർത്തപക്ഷ ചതുർദശി രാത്രിയിലായിരുന്നെന്നും മഹാദേവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണത്രേ ആൾക്കാര് ഈ ശിവരാത്രിക്ക് ഉറക്കളച്ചിരിക്കണേ എന്നിങ്ങനെ ഒരു ധാരണയുണ്ട്. എന്നാ അതല്ല കേട്ടോ. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കൂ. ഉപവാസം എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരിക്കണമെന്നുമല്ല. എന്ന് പറഞ്ഞാൽ അടുത്തും, വസിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കുക, വെക്കുക എന്നൊക്കെയാണ്. അടുത്തിരിക്കുക എന്ന് പറഞ്ഞാലോ ഭഗവാനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാലോ ക്ഷേത്രത്തിനകത്ത് ശിവലിംഗത്തോട് ചേർന്നിരിക്കണമെന്നാണ്? അല്ലല്ല, മനസ്സ് നമ്മൾ ഭഗവാനിലേക്ക് വയ്ക്കുക. ഭഗവത് സ്മരണയിലോ കഴിഞ്ഞുകൂടണം. അതാണ് ഉപവാസം. അത് ശ്രേഷ്ഠമായ വ്രതമാണ്. അങ്ങനെയാണ് ഈ ശിവരാത്രി ഉപവാസം അനുഷ്ഠിക്കുന്നത് സൂചിപ്പിച്ചു. അതായത് ശിവരാത്രിയുടെ ഒരു പ്രത്യേകത ഉപവാസം, ശിവലിംഗ ആരാധന അല്ലേ? അതൊക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരാമെന്ന് വെച്ചിട്ടാണ്. അപ്പൊ ലിംഗ ആരാധന വന്നത് സമസ്ത പ്രപഞ്ച വസ്തുക്കളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്ന ആ വരമ്പരലിനെ നമുക്കൊന്ന് എടുത്ത് കാണിക്കലാണത്രേ ശിവലിംഗത്തിലൂടെ. ഇനി നമുക്ക് ഈ ലിംഗാരാധനയ്ക്കും ശിവപൂജയ്ക്കും അടിസ്ഥാനമായിട്ടൊരു കഥയാണ്, പശ്ചാത്തലമാണ് ദക്ഷയാണ്. ദക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ തള്ളവരിൽ നിന്നുണ്ടായ ഒരു പുത്രനായി. മഹാദേവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ നെറ്റിത്തടത്തിൽ നിന്നുണ്ടായ ആളുകൾ. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ ഒരു സഹോദര സ്ഥാനമുണ്ട്. എന്നിട്ടും ഈ ദക്ഷൻ മഹാദേവനെ നിന്ദിച്ചു. എന്തുകൊണ്ടാണ് നിന്ദിച്ചെന്ന് ചോദിച്ചാൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ടാണ്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ അതിന് ദക്ഷനായാലും കുഴപ്പമില്ല, മറ്റാരായാലും കുഴപ്പമില്ല, അവർക്ക് സത്യനാശമാണ്. അവരുടെ അടിതെറ്റും ചിലപ്പോൾ തല പോലും പോകും എന്ന് നമുക്ക് ഉറപ്പിച്ചു കാണിക്കുന്ന ഒരു പ്രകരണമാണ് ഈ ദക്ഷയാഗം. അതുകൊണ്ട് നമുക്ക് ദക്ഷയാഗത്തിലേക്ക് കിടക്കാം. ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ തുടക്കത്തില് സ്വയംഭു മുനിനെയും ശതരുവെ സൃഷ്ടിച്ചായിട്ട് പറയുന്നുണ്ട്. കുറെ സൃഷ്ടികൾ ചെയ്തതിന് ശേഷം മനു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മൊത്തം അധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ശതരൂപ. അവരില് 5 കുട്ടികളുണ്ടായെന്നൊക്കെ പുരാണം പറയണം. പ്രിയവദൻ, ഉത്താനപാദൻ, ആഹൂതി, ദേവഹൂതി, പ്രസൂതി. ഇങ്ങനെ അതില് ദേവഹൂതി എന്ന് പറയുന്ന കുട്ടിയുടെ കഥ, ദേവം കൊയ്തി ഇത് ദേവഹൂതി എന്ന് പറയും. ദേവന്മാർക്ക് പോലും ഉപദേശം കൊടുക്കാൻ കഴിവുള്ള യോഗ്യതയുള്ള കുട്ടിയായിരുന്നു ദേവഹൂതി. ആ ദേവഹൂതിയെ കല്യാണം കഴിച്ച കർത്തവനാണെന്നും അതിലൂടെ ഭഗവാൻ കപിലനായിട്ട് അവതരിച്ചു എന്നും ഭഗവാൻ എന്നിട്ട് സാഖ്യശാസ്ത്രം ലോകത്തിന് പഠിപ്പിക്കാനായിട്ട് ഉപദേശം കൊടുത്തു എന്നും ഒക്കെ പറഞ്ഞു. പിന്നെ സഹോദരിയായുള്ള ആകൂതിയെ രുചി പ്രജാപതി കല്യാണം കഴിച്ച് അതിൽ
യജ്ഞനായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ച് ഭൂമി ഭരിച്ചു എന്നും സ്വർഗം ഭരിച്ചു എന്നും പറഞ്ഞ് ശേഷം പറഞ്ഞു, ഈ പ്രസൂതിയെ കല്യാണം കഴിച്ച ദക്ഷനാണ്. പ്രസൂതിം മാനവീം ദക്ഷ ഉപേമേഹ്യജാത്മജ തസ്യാം സസർജ ദുദ്രു ഷോഡശാമലോചന. പ്രസൂതി എന്ന് പറഞ്ഞ സജ്ജനങ്ങൾ പറയാറുണ്ട്, ആ പേര് വന്നത് പ്രസവിക്കാൻ യോഗ്യതയുള്ള ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ള നമ്മുടെ സ്ത്രീകൾക്ക് തോന്നും, ഞങ്ങളൊക്കെ പ്രസവിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും ഈ പേര് കിട്ടിയില്ലല്ലോ എന്ന്. കിട്ടില്ല. കാര്യം ഇത് 1 2 അല്ല പ്രസവം നടത്തിയേ, 16 എണ്ണം. 16 പെൺകുട്ടികൾക്ക് തന്നെ ജന്മം നൽകി. ആ പെൺകുട്ടികളിൽ 13 പേര് ദക്ഷൻ ധർമ്മരാജാവിന്, യമധർമ്മരാജാവിന് കല്യാണം കഴിച്ചു കൊടുത്തത്രേ. അതിലൊരു പെൺകുട്ടിയുടെ സന്തതിയെ പറ്റി ഇവിടെ പറഞ്ഞു. ധർമ്മരാജന് ആ മൂർത്തിയില് സാക്ഷാൽ നരനാരായണ ഋഷീശ്വരന്മാരുണ്ടായത് പറഞ്ഞു. എല്ലാവരുടെയും വിസ്തരിച്ചില്ല ഭാഗവതത്തിൽ. 14ാമത്തെ കുട്ടിയുടെ പേരായിരുന്നു സ്വധ. അതിനെ പിതൃക്കള് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. 15ാമത്തെ കുട്ടിയുടെ പേര് സ്വാഹ. അതിനെ അഗ്നിദേവൻ കല്യാണം കഴിച്ചു. ഇതാ പൂജയെല്ലാം ചെയ്യുമ്പം അഗ്നിദേവന്റെ ഭാര്യയോട് കൂടി ചേർന്ന് സ്വാഹ സ്വാഹ പറഞ്ഞ് പൂജ ചെയ്യും. ഇരിക്കട്ടെ, അതിലേക്ക് കിടക്കണില്ല. 16ാമത്തെ കുട്ടിയാണ് സതി എന്നാണ് അവളുടെ പേര്. ആ കുട്ടിയെ കല്യാണം കഴിച്ചത് സാക്ഷാൽ മമ്മിയൂരപ്പൻ മഹാദേവനാണ്. ആ മഹാദേവന് സതിയിൽ നിന്ന് ഒരു പുത്രൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ സതി ദേഹത്യാഗം ചെയ്തു എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു എന്നാണെങ്കിൽ, ഈ കഥയെല്ലാം കേട്ടോണ്ടിരുന്ന വിതുരൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവാണ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. മൈത്രേയൻ എന്ന് പറയുന്ന ഒരു ജ്ഞാന ശ്രേഷ്ഠനാണ്, ജ്ഞാനമൂർത്തിയാണ് അദ്ദേഹം. ഹരിദ്വാറിലാണ് ഇത് ചർച്ച നടന്നത്. ആ വിഷയമാണ് നമ്മളിപ്പോ ഈ സത്സംഗ വേദിയിൽ ചെയ്യുന്നത്. അപ്പൊ വിതുരമഹാശയൻ കേട്ടു, സതീദേവിയിൽ മഹാദേവന് ഒരു പുത്രനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സതി ദേഹത്യാഗം ചെയ്തു. വിതുരൻ ചോദിച്ചു, എന്താ കാരണം? പറഞ്ഞു, മഹാദേവനും ഈ ദക്ഷനും തമ്മിൽ ചെറിയൊരു വൈരം കാരണം ആണത്രേ. അപ്പൊ വിതുരൻ ചോദിക്കണു, മഹാദേവന് വൈരോ? മഹാദേവനല്ല വൈരം. മഹാദേവൻ ആരോടും വൈരമില്ല. ശാന്തം നിർവൈരം എന്നൊക്കെ മഹാദേവൻ പറയണേ. വൈരമില്ലാത്തവൻ, ശാന്തസ്വരൂപൻ. നമുക്ക് കാണുമ്പോഴ് ഈ ഭഗവാൻ നടരാജ നൃത്തം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോ. അങ്ങനെയൊന്നും ഞെട്ടണ്ട. ഭഗവാനെ പറ്റി ഭാഗവതം ഇതര ശാസ്ത്രങ്ങൾ പറയണത് ശാന്തസ്വരൂപനാണ്, ഒരു വൈരമില്ലാത്ത ആളാണ്, പരമകാരുണികനാണ്. അല്ലേ? ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ശിവൻ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടല് ശിവലോക കാണുന്നോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അല്ലേ? മഹാദേവൻ വൈരം ഉണ്ടായില്ല. പിന്നെ ദക്ഷനാണ് വൈരം ഉണ്ടായത്. എന്താ ദക്ഷ വൈരം ഉണ്ടാകാൻ കാരണം എന്നാണ് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നമുക്ക് സന്ദേശം തരുന്ന കേട്ടോ. ഈ കഥ ഒരുപാട് സന്ദേശങ്ങളാണ്. എന്തായിരുന്നു കാരണം? കഥ ഇങ്ങനെ ആരെ ഈ ദക്ഷൻ എന്ന് പറഞ്ഞാൽ, ദക്ഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സമർത്ഥൻ എന്നാണ്. ഈ കഥ നമുക്ക് പറഞ്ഞു തരും. എന്തെല്ലാം സാമർഥ്യം ഉണ്ടായാലും, എന്തെല്ലാം ശ്രേഷ്ഠത ഉണ്ടായാലും, മഹാദേവനെ നിന്ദിച്ചാൽ പോരാ, ഈശ്വരൻ നിന്ദ ചെയ്താൽ പോരാ, ഈശ്വരനെ ഭജിക്കുന്ന ഭക്തന്മാരെ നിന്ദിച്ചാൽ അവർക്ക് ആപത്തുറപ്പാണ്. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്റെ വിഭൂതി യോഗത്തിൽ പറയും, പ്രജാപതിനാം അഹം ദക്ഷ. പ്രജാപതികളിൽ വെച്ചിട്ട്, പ്രജാപതികൾ ആരൊക്കെയാണ്? മരീചി, അത്രി, അംഗിരസ്യ, പുലസ്ത്യൻ, പുലഹൻ, കൃതു, ഭൃഗു, വസ്തു എന്നൊക്കെ പറയും. ഇവരിൽ വെച്ചിട്ട് ശ്രേഷ്ഠനാണ് ഈ ദക്ഷൻ. ആ ദക്ഷൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണു പറയും, ദക്ഷനും ഞാനും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെയുള്ള ദക്ഷനാണ് മഹാദേവനെ നിന്ദിച്ചത്. എങ്ങനെയാ നിന്ദിച്ചത്?
പുരാവിശ്വസിജാം സത്നേ സമേതാപരമർശയാം തഥാമരഗണാ സർവേ സാനികാ മുനിയോഗ്നയാ. പണ്ട് വിശ്വസൃക്കളുടെ ഒരു സത്രം ഉണ്ടായത്രേ. വിശ്വസൃക്കൾ എന്ന് പറഞ്ഞാൽ ലോക പിതാ മഹാന്മാര്, ഈ മരീചി അത്രി അംഗരസ് തുടങ്ങിയവരാണ്. അവരെല്ലാം കൂടി ഒരു സത്രം ദീക്ഷിച്ചു എന്നാണ്. സത്രവും യജ്ഞവും തമ്മിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഈ സത്രത്തിന് ശേഷമാണ് നമ്മൾ കാണാൻ പോകുന്ന ദക്ഷയാഗമല്ല. യാഗം യജ്ഞമൊക്കെ യജുധാതുവിൽ നിന്നുണ്ടായതാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഭഗവാനെ സന്തോഷിക്കാൻ വേണ്ടി, ഈശ്വര സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയാണ് യാഗം യജ്ഞം എന്ന് പറയുന്നത്. സത്രത്തിലാകുമ്പം അതോ 1-2 ദിവസം കൊണ്ട് നടത്തേണ്ടതല്ല. അവിടെ പലതരം ചർച്ചകളുണ്ടാകും, ഈശ്വര പൂജകളുണ്ടാവും, പുരാണ പാരായണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സത്രം ദീക്ഷിച്ചു. ഏതൊരു സത്രവും ഏതൊരു യാഗവും അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ത്രിമൂർത്തികൾ വന്നു ചേരണം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്. അപ്പൊ ഈ സത്രത്തിലേക്ക് അനവധി ഋഷീശ്വരന്മാര്, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര് ഇവരെല്ലാം വന്നിരുന്നു. ക്ഷണ അനുസരിച്ച് ത്രിമൂർത്തികളെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വന്നിരുന്നു. എന്നാൽ ഒരാൾ വരാൻ കുറച്ച് വൈകിയത്രേ. ആ ആൾ ആരാന്ന് ചോദിച്ചാൽ ആ ആളിന്റെ പേരാണ് ദക്ഷൻ. ഈ സത്രത്തിന് ഒരു അധ്യക്ഷ പദവി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ചിലർക്ക് ചില സ്ഥാനം കിട്ടിയാൽ പിന്നെ എന്താവും? സ്ഥാനം കിട്ടിയാൽ അത് മറ്റുള്ളവർ ദ്രോഹിക്കാൻ ഉപയോഗിക്കും. ഇതൊക്കെ നമുക്ക് ഈ ദക്ഷാ വരികയാണ്. ഇവിടെ ഗുരുവായൂരപ്പൻ, മമ്മിയൂരപ്പൻ, ബ്രഹ്മാവ് എല്ലാരും വന്ന് കാത്തിരിക്കുക. എന്തിനാണെന്നറിയോ? ദക്ഷൻ കൂടെ വന്നിട്ട് വേണം ഈ പരിപാടി തുടങ്ങാൻ. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ? അങ്ങനെയല്ലേ? ചില സമ്മേളനമോ ചില പരിപാടി തുടങ്ങണമെങ്കിൽ വിളക്കത്തിക്കാൻ ആള് വരാൻ വയ്യ, ഈ പെട്ടിയൊക്കെ ആയിട്ട് ചിലരിക്കുക നിൽക്കുക. എന്നിട്ട് ഒരു പണിയില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിന്നേച്ച് ഓടി കത്തിച്ച് വരും. ഇതാര് തുടങ്ങി വെച്ചാന്നറിയോ? അന്ന് യുഗത്തിന്റെ തുടക്കത്തില് ദക്ഷൻ തുടങ്ങി വെച്ചതാണ്. ഏതായാലും നല്ല തുടക്കമാണ്. അതുകൊണ്ട് ഇപ്പൊ ഇന്നും അങ്ങനെയല്ലേ? നമ്മള് ചിലയിടത്തൊക്കെ ചില കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ തുടങ്ങാത്തെ? അയ്യോ, അത് വിളക്കെത്തിക്കാനുള്ള ആള് വന്നിട്ടില്ല. അപ്പൊ എന്താവും? ഇതുപോലെ ഈ ദക്ഷൻ വൈകി. അങ്ങനെ വൈകിയാണെങ്കിൽ ഇയാള് പെട്ടെന്ന് ഓടി എത്തിയപ്പം ദക്ഷനെ കണ്ടപ്പം കുറെ പേരൊക്കെ എഴുന്നേറ്റ് വന്ദിച്ചത്രേ. എന്നാല് 2 പേര് എഴുന്നേറ്റില്ല, വന്ദിച്ചില്ല. അതിലൊന്ന് ശിവനാണ്, മറ്റൊന്ന് ബ്രഹ്മാവാണ്. അവർ 2 പേരും എഴുന്നേറ്റില്ല. അപ്പൊ ത്രിമൂർത്തികളിൽ നമ്മുടെ ഭാഷ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റോ? ഇല്ല. എന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ തട്ടയത്തിനുവേണ്ടി പറയും, ഈ ദക്ഷൻ വരുന്നതിന് മുമ്പ് എന്നെ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്യുന്നറിയോ? ഗുരുവായൂരപ്പൻ ഭയങ്കര സൂത്രകാരല്ലേ. ഗുരുവായൂരപ്പനെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്രേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദുഷ്ടം വരുന്ന സമയത്ത് എഴുന്നേറ്റില്ലെങ്കിൽ ഇയാൾ ചീത്ത പറയും. എന്നാൽ ഇയാൾ വരുമ്പോ എഴുന്നേക്കാനുള്ള കോളിച്ചൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് അയാൾക്ക് അഹങ്കാരം വർദ്ധിക്കും. ഗുരുവായൂരപ്പൻ എണീറ്റു, മഹാദേവൻ എണീറ്റു ആവില്ലേ? അതുകൊണ്ട് ഭഗവാൻ സൂത്രം ചെയ്തു, നേരത്തെ എഴുന്നേറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നേച്ചത്. എത്ര നേരമായി ഇങ്ങനെ കാത്തിരിക്കുക. ഈ ദക്ഷൻ വന്ന് സദസ്പതേഭ്യോ ഭഗവാൻ സാധു സൽകൃതം അചം ലോകരും തഥാജ്ഞ വന്നു. ആടപടൽ നോക്കി കുറെ പേരിൽ എണീറ്റ് കണ്ടു, വന്ദിച്ചു കണ്ടു. എന്നിട്ട് ഇരിക്കുന്ന ബ്രഹ്മാവിനോട് അനുവാദം ചോദിച്ച് ഇരുന്നിട്ട് പെട്ടെന്ന് ചാടി എണീറ്റ്. എത്ര എന്തിനാ ചാടി എണീറ്റ്? അധ്യക്ഷ പ്രശ്നം നടത്താനല്ല. പിന്നെയോ മഹാദേവനെ ചീത്ത പറയും. മഹാദേവനെ പിന്നെ അങ്ങോട്ട് ചീത്ത പറയാൻ പറയും. ആ ചീത്ത പറഞ്ഞത് നമുക്ക് പറയാൻ വിഷമ. മമ്മീർ ക്ഷേത്രത്തിൽ നിന്നൊരു മഹാദേവന്റെ തിരുമുമ്പിൽ എങ്ങനെ പറയാ? സംസ്കൃത ശ്ലോകത്തിൽ വേണേ വായിക്കാം, കാര്യം അർത്ഥം മനസ്സിലായാലും കുഴപ്പമില്ലല്ലോ. അയാളെ കൊണ്ട് പറയാൻ തുടങ്ങി, ഏഷമേ ശിഷ്യതാം പ്രാപ്തോ
എന്മേദൂതിരഗ്രഹീത പാണിം വിപ്രാഗ്നിമുഖത സാവിത്രായ വസാധവത ലുബ്ധക്രിയായാശ്രീ മാനനേ ഭിന്നസേതമേ അനിച്ഛന്നം യഥാംബാലാം ശുദ്രായേ ഓഷധീംഗരം പ്രേതാവാസേഷു ലോകേ ഘോരേഷു പ്രേമൈ ഭൂതഗണാവൃതേ ഗുണൈവൃതേ വൃതാ പ്രേതേ ഭൂതഗണൈ വൃതാ അടത്യുന്മത്തന്നഗ്നോ യുക്തകേശോ ഹസൻ ചിതാഭസ്മഗതസ്നാന പ്രസൻ അസ്ഥിഭൂഷണ ശിവാപദേശോ യശുവോ മത്തോ മത്തജനപ്രിയ അതി പ്രവതഭൂതാനാം തപോമാത്രാത്മകാത്മിനം. ഈ വായിച്ചൊക്കെ ഉണ്ടല്ലോ മഹാദേവനെ ചീത്ത പറഞ്ഞതാണ്. എന്ത് ചീത്ത പറഞ്ഞെന്ന് ചിലരെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാം, ഭാഗവതം കേട്ടവർക്ക് ചിലർക്ക് കേൾക്കണമെന്നുണ്ടാവും അല്ലേ. എന്തൊക്കെയാ പറഞ്ഞെന്നാണ് ചെറുതായിട്ട് പറയാം. മഹാദേവ പൊറുക്കണേ. യേശമേ ശിച്ചിതാംബ്രാംനോ എന്മേ ദൂരഗ്രീത് ആണിപ്പിപ്രാജ്ഞമുത സാവിത്രാജ്വസാധുവത്. എന്റെ കുട്ടിയെ കൊടുത്തതാണ് ഇയക്കാണ് ഞാൻ കൊടുത്തത്. ഞാൻ കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് എന്റെ അച്ഛൻ ബ്രഹ്മാവ് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്ത, അല്ലെ കൊടുക്കില്ലായിരുന്നു, എനിക്കിഷ്ടമില്ലായിരുന്നു. എന്റെ കുട്ടിയെ ഞാൻ കൊടുത്തോണ്ട് ഇപ്പൊ ഒരു സ്ഥാനമുണ്ട്. എന്ത്? എന്റെ ശിഷ്യൻ. അപ്പൊ ഞാനാരാ? ഗുരു. ഈ ദക്ഷൻ പറയണു മഹാദേവന്റെ ഗുരുനാഥനാണ് ഇത്ര ദക്ഷൻ. മഹാദേവനാരാ? ദക്ഷിണാമൂർത്തി, ലോക ഗുരുവാണ്. ഇതന്നെയാണ് അബദ്ധം എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷ പറഞ്ഞ വിവരക്കേട് അല്ലേ. എന്താ ഇയാളുടെ പ്രത്യേകത? ഇയൊക്കെ പേരുണ്ടല്ലോ ശിവനൊക്കെ. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപനാണ്. എന്താ ഇത്ര മംഗളത്വം? പ്രേതാവാസേഷു ഘോരേഷു ഭൂതയുടെ വ്രത. ഭൂതപ്രേതങ്ങളുടെ കൂടെയാണ് വാസം ഇല്ലേ. നടക്കുമ്പോ മിക്കവാറും വസ്ത്രമൊന്നും ഉണ്ടാവുകയില്ല. ജടാമുടി, ചിതാഭസ്മം, അയ്യോ, ഇതൊക്കെ ഒരു ഭംഗിയുണ്ട്. ഇതുകൊണ്ട് എന്താ മംഗളത്വം? അസ്ഥിയും തലയോണ്ടും കൊണ്ടുള്ള മാല. ഒരു രുദ്രാക്ഷമാല ഇട്ടാ പിന്നെ ഉണ്ട്. തുളസിമാല കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള അസ്ഥികളുടെ മാല ഇടണോ? ഇങ്ങനെയുള്ള ഒരാളിന് എന്തൊരു മംഗളത്താണെന്ന് പറയാനായിട്ട് തുടങ്ങി. ആൾക്കാരെല്ലാം ചെവി കൊത്തി. അവിടെ ഇരിക്കുന്ന അനവധി പേരുണ്ട്, അവരെല്ലാം ചെവി കൊത്തി. മഹാദേവനാണ് ചീത്ത പറയണത്. മഹാദേവനാണ് ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? സ്ഥാനുമാൻ പേരുമാണ്. സ്ഥാനം എന്ന് പറഞ്ഞാൽ തൂണ്, അനങ്ങാതിരിക്കുക. മഹാദേവൻ അനങ്ങാതിരിക്കും. ഒരാൾ ചീത്ത പറയുമ്പോ പ്രതികരിച്ചാലേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ചീത്ത പറയാൻ കൂടും. അപ്പൊ കുട്ടികൾ താഴെ വീഴുന്ന സമയത്ത് ഉണ്ണി നീ വീണോന്ന് ചോദിച്ചാൽ അവൻ കരയും. ശ്രദ്ധിച്ചില്ലെങ്കിലോ? ശ്രദ്ധിച്ചില്ല എഴുന്നേറ്റോടി നടക്കും. ഇതുപോലെ മഹാദേവൻ കണ്ണുടച്ചങ്ങ് ഇരുന്നു. അപ്പൊ ദേശീയ എത്ര ദേശായി. അതോടുകൂടി എന്തായി? ഹബിർഭാഗം നിഷേധിച്ചിട്ടായി. ഇനിയുള്ള യാഗാദി കർമ്മങ്ങൾക്ക് രുദ്രഭാഗം നിരോധിച്ചു. ഈ രുദ്രഭാഗം നിഷേധിച്ചത് കേട്ടപ്പോൾ ഭഗവാനെ ഉറ്റമിത്രമായുള്ള നന്ദികേശ്വരൻ അല്ലേ ശപിച്ചുത്ര ഈ ദക്ഷനെ. ബുദ്ധ്യാ പരാവിദ്യാന്യാം വിസ്തൃതാത്മകതി പശു സ്ത്രീകാമസ്വസ്ഥരാം ദക്ഷോഭസ്തമുഖോചരാത്. നന്ദികേശ്വരൻ ആ ദക്ഷൻ കലശില് കൂട്ടിയപ്പോൾ ചിരിച്ചിരുന്ന ചില ബ്രാഹ്മണ സമൂഹത്തെയും ഒക്കെ അങ്ങോട്ട്, അല്ലെങ്കിൽ സജ്ജനങ്ങളെ, ദേവന്മാരെയൊക്കെ ശമിച്ചു. അങ്ങയുടെ ആ അഹങ്കാര തലയിലൂടെയാണ് മഹാദേവൻ എന്റെ ഗുരുനാഥനെ, എന്റെ പ്രഭുവിനെ ശകാരിച്ച് നിന്ദിച്ചത്. അതുകൊണ്ട് അങ്ങയുടെ ഈ അഹങ്കാരത്തിന്റെ തല പൊട്ടിപ്പോട്ടെ, അവിടെ ആടിന്റെ തല വന്ന് ഇരിക്കട്ടെ എന്ന് നന്ദികേശൻ അങ്ങോട്ട് ശപിച്ചു. ശിവചിന്ത ചെയ്യുന്നവരെല്ലാം അതാരാണെങ്കിലും അവരുടെ ഈ കർമ്മം വെറും ഉപജീവനത്തിനായി പോവട്ടെ എന്നങ്ങോട്ട് ശപിച്ചു നന്ദികേശൻ. മഹാദേവന്റെ മക്കള് ഭൃഗ്വാദികള്
അവിടുന്ന് എഴുന്നേറ്റ് ശപിച്ചത്രേ. ശൈവന്മാരെല്ലാം പാഷണ്ഡമതികളായി പോകട്ടെ എന്ന് ശപിച്ചു. ആരാ ഭൃഗു എന്ന് പറഞ്ഞ ആള് മോശമൊന്നുമല്ല ഭൃഗു. ഈ ഭൃഗു ആണ് ഒരിക്കൽ ത്രിമൂർത്തികൾ വെച്ചിട്ട് ആരാണ് സത്വഗുണപ്രധാനി ക്ഷമ വിനയമുള്ളതെന്നറിയാനായിട്ട് പരിശോധിക്കാൻ പോയത്. സത്യലോകത്തിൽ പോയി ബ്രഹ്മാവിന്റെ അടുക്ക ചെന്നപ്പം മനസ്സിലായി സത്വഗുണം കുറവ്. എന്താ? ബ്രഹ്മാവിന്റെ ലോകത്തേക്ക് ചെന്നപ്പോ ബ്രഹ്മാവ് കെട്ടിപ്പിടിക്കാൻ പോയി അല്ലെ, വിഷമിക്കണം. ബ്രഹ്മാവിന്റെ ലോകത്തേക്ക് ചെന്നപ്പോ ബ്രഹ്മാവ് എണീറ്റില്ല, വന്ദിച്ചില്ല. അപ്പൊ മനസ്സിലായി സത്വഗുണമല്ലോ. പിന്നെ കൈലാസത്തിൽ നിന്ന് അവിടെ ചെന്നപ്പോ മഹാദേവൻ കെട്ടിപ്പിടിക്കാൻ പോയി, മാറിയിരിക്കാൻ പറഞ്ഞു, ദേഷ്യപ്പെട്ടു. അത് വിഷമായി. പിന്നെ വൈകുണ്ഠത്തിൽ ചെന്നു ഭൃഗു. വൈകുണ്ഠത്തിൽ ചെന്നപ്പോ ലക്ഷ്മിയുടെ മടിയിൽ തലയെ വെച്ച് കിടന്നത് ഗുരുവായൂരപ്പൻ നല്ല കൂക്കം വലിച്ചുറങ്ങണു. ഭൃഗു എന്ത് ചെയ്തു? ആ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചവിട്ടിയെ വെട്ടിയത്രായി. അപ്പൊ ചാടി എണീറ്റിട്ട് ഭഗവാൻ ഭൃഗുവിന്റെ കാല് തടകി. എന്നിട്ട് പറഞ്ഞു, എന്റെ ഈ പാറ പോലെ മാറുവിടത്തിൽ ചവിട്ടിട്ട് അങ്ങയുടെ കാലിൽ വേദന എടുത്തോ എന്ന് പറഞ്ഞ് തടയത്രായി. അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പായി ത്രിമൂർത്തികൾ വെച്ചിട്ടുള്ള ഈ വിഷ്ണുവിന്റെ ഭാവം മഹാവിഷ്ണുവാണ്, ക്ഷമയും വിനയവും ഒക്കെ ഉള്ളത് മനസ്സിലായി. പക്ഷെ ഗുരുവായൂരപ്പനോ ആ ഭൃഗുമന് ചവിട്ടിയ പാടുണ്ടല്ലോ, തനിക്ക് അലങ്കാരമായിട്ട് ഇന്നും കൊണ്ടു നടക്കണു. ശ്രീവത്സം എന്ന് പറയുന്ന മറുക് വേറെ മറുകിനെ പറ്റി പറയണില്ല. ഭഗവാന്റെ ആ രൂപം വർണ്ണിക്കുമ്പോൾ ഈ ശ്രീവത്സം എടുത്തു പറയും. മിന്നും പൊന്നിൻ കിരീടം ദൽവള കടകം കാച്ചി പൂച്ചേലമാല ധന്യ ശ്രീവത്സൽ കൗസ്തുവം ഇടകലും. ആ ധന്യമായുള്ള ശ്രീവത്സത്തിന് ശേഷമാണ് കൗസ്തുവത്തിനെ പോലും പറയുന്നത്. അങ്ങനെയുള്ള ഭൃഗുമനി ഇപ്പോൾ ഇവിടെ ശൈവന്മാരെല്ലാം പാഷണ്ഡമതികളായിട്ട് എന്ന് ശപിച്ചത്രായി. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു രംഗം അല്ലേ, ഒരു സത്രം അവിടെ സംഘടിപ്പിച്ചു. എന്നിട്ട് അവിടെ എന്തായി തീർന്നു? ശാപകോലാഹലങ്ങളായി. ഈ ശാപം തമ്മിൽ മത്സരം ഉണ്ടാകുക, വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവും? ആലോചിച്ച് നോക്കൂ. ഉണ്ടായില്ലെന്ന് തന്നെ എല്ലാവർക്കും വിഷമായി. ഇതിന് കാരണക്കാരൻ ആരാണ്? ദക്ഷനാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടത്ത് കാണാൻ കേട്ടോ, ചില ഇതുപോലെ രംഗങ്ങളിലേക്ക് ചില ദക്ഷന്മാര് കയറി വരും എന്ന് പറഞ്ഞാല് അവിടെ വന്നേച്ച് അതും ഇതും പറഞ്ഞ് അലങ്കോലാക്കും. അപ്പൊ നമ്മൾ ആ ആളിനെ എന്തായിട്ട് കാണണം, ആരായിട്ട് കാണണം? ഈ പഴയ ദക്ഷന്റെ ഓർമ്മ അല്ലേ? ഇപ്പോഴും പല വേദികളിലും കാണാൻ ഈ അപകടം ഉണ്ടാക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന ആരൊക്കെയാണ്? അവരൊക്കെ ദക്ഷന്റെ പിൻഗാമികളാണ്. അങ്ങനെ ശാപകോലാഹലമൊക്കെ കഴിഞ്ഞപ്പോ മഹാദേവൻ എഴുന്നേറ്റം കൈലാസത്തിലേക്ക് പോയി. മഹാദേവൻ പോയാൽ പിന്നെ അവിടെ മഹാവിഷ്ണുവും ബ്രഹ്മാവും ഇരിக்கலாம், അവരും എഴുന്നേറ്റ് പോയി, എല്ലാവരും പോയി. പിന്നെ ഭൂമിയിൽ ആരും യാഗം ചെയ്യാതായി. എന്തുകൊണ്ട്? മഹാദേവനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യാഗം ആരും ചെയ്യില്ല. മഹാദേവൻ വരാത്ത ആ വേദിയിലേക്ക് ഒരിക്കലും മഹാവിഷ്ണുവും ബ്രഹ്മാവ് വരില്ല. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങൾ യാഗം ചെയ്യേണ്ടെന്ന് വെച്ചു. അപ്പോഴാണ് അത്ര ഈ ദക്ഷൻ തന്നെ ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. യാഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ യാഗമാണ് ബൃഹസ്പതോത്സവം എന്ന് പറയും. വാജപേയം, അശ്വമേധം, രാജസൂയം, ഇങ്ങനെ യാഗങ്ങൾ ഒരുപാടുണ്ട്. രാജസൂയമൊക്കെ 18 മാസം നീണ്ടു നിൽക്കുന്ന യാഗമാണ്. അശ്വമേധ യാഗം എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് ചെയ്യുന്നതാണ്. വാജപേയം 2 മാസം കൊണ്ട് ചെയ്യുന്നത്. അതിലൊക്കെ മുന്തിയ യാഗമാണ് ഈ ബൃഹസ്പതി സവം എന്ന് പറയുന്നത്. ആ ബൃഹസ്പതി സവം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാജപേയം ആദ്യം നടത്തണം. വാജപേയൊക്കെ നടത്തി ബൃഹസ്പതി സവത്തിന് വട്ടം കൂട്ടി, എന്നിട്ട് ഈ ദക്ഷൻ എല്ലാ ലോകത്തെ അറിയിച്ച ത്രൈവരം ഒരിടത്തൊഴിച്ച് കൈലാസത്തിൽ മാത്രം ക്ഷണം വിട്ടില്ല. എന്തുകൊണ്ട്? മഹാദേവനെ നിന്ദിച്ചുകൊണ്ട് ചെയ്യാൻ പുറപ്പെടുകയാണ്. തൻ്റെ അച്ഛൻ യാഗം ചെയ്യാൻ
പുറപ്പെട്ടിരിക്കണു എന്ന് സതീദേവി മനസ്സിലാക്കി. എങ്ങനെ? ദേവന്മാരെല്ലാം പോരാ, തന്റെ സഹോദരികളും ഭർത്താക്കന്മാരൊക്കെ കൈപിടിച്ച് വിമാനങ്ങളില് അച്ഛന്റെ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് പുറപ്പെട്ടത് സതീദേവി അറിഞ്ഞു. എന്നാൽ സതീദേവിയോ മഹാദേവനെയോ വിളിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. എന്നാലും അച്ഛന്റെ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് സതീദേവിക്ക് ആഗ്രഹം വന്നു. അത് ഏതൊരു പുത്രിക്കും ആഗ്രഹം ഉണ്ടാവും. മഹാദേവനിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെന്നേച്ച് പറഞ്ഞു, നോക്കൂ, അച്ഛൻ ഇങ്ങനെ ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സഹോദരിമാരെല്ലാം വിമാനത്തിൽ കയറി ഭർത്താക്കന്മാരുടെ കയ്യും പിടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രഭു, നമുക്കും പോകാം. മഹാദേവൻ ആദ്യമൊന്നും മിണ്ടില്ല, ആവർത്തിച്ച് പറഞ്ഞു. എന്താ അങ്ങ് ഒന്നും മിണ്ടാത്തത്? നമ്മൾ സാധാരണ ഒരു ഭാര്യ സ്നേഹത്തിയായ ഭർത്താവിനോട് ചോദിക്കുന്ന മാതിരി ഈ ത്രിപുരസുന്ദരിയായുള്ള സതീദേവി ചോദിക്കണു, കഥം സുതായ പ്രതികേഹ കൗതുകം നിശമ്യദേഹസ്വരവര്യനിംഗതേ അനാകുത അപ്യഭയന്തി സൗഹൃദം ഭർതൃഗുരോ ദേഹകൃതശ്ചകേതനം. അല്ലയോ ദേവാദിദേവ പ്രഭു, ഞാൻ ഒരാഗ്രഹം അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തൂണുപോലെ ഇരിക്കണത്? നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ ഭർത്താവിനോട് ഒന്ന് രണ്ട് കാര്യം ആവർത്തിച്ചാ പറഞ്ഞാ എന്താ പറയും, നിങ്ങൾ എന്താ അപ്പ ഒന്നും മിണ്ടാത്തെ? അത് ഇച്ചിരി കടുപ്പിക്കും. ഇവിടെ കടുപ്പിച്ചില്ല. പ്രഭോ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങൊരു കുലുക്കോ ഇല്ലാതിരിക്കുന്ന എന്താ? അച്ഛൻ ക്ഷണിക്കാഞ്ഞിട്ടാണോ? അച്ഛൻ ക്ഷണിക്കണമെന്നുണ്ടോ എന്നൊക്കെയായിട്ട് ദേവി ചോദിച്ചു. ഇപ്പോൾ മഹാദേവൻ മറുപടി പറഞ്ഞു, അതെ, ദേവി പറഞ്ഞത് ഏതുവരെയാണെങ്കിൽ അച്ഛന് മകളോട് സ്നേഹം ഉള്ളിടത്തോളം കാലം അച്ഛൻ വിളിച്ചതിലൂടെ പോവാം. മറിച്ചാണെങ്കിൽ പോകുന്ന വളരെ സൂക്ഷിക്കണം. അച്ഛന്റെ വീട്ടിലേക്ക് പോയ അച്ഛനെ കാണാനും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനും ഗുരുനാഥനെ കാണാനും ക്ഷണിക്കണമെന്നില്ല കേട്ടോ. ഇതിനൊന്നും ക്ഷണം വേണ്ട. ഒരു ഗുരുനാഥനെ കാണാൻ പോകണമെന്ന് ആരെങ്കിലും പറയണോ? അവരവരെ കല്യാണം കഴിച്ചിരുന്ന ഭർതൃഗൃഹത്തിലേക്ക് പോകാൻ അവര് വന്ന് താമ്പാലോട്ട് ഉണ്ടാ അച്ഛനെ അത് വേണ്ട. പക്ഷേ ആ സ്നേഹവും വാത്സല്യം ഇല്ലാത്തിടത്തോളം കാലം പോകുമ്പോൾ സൂക്ഷിക്കണം. ഇത് ഭഗവാൻ മഹാദേവൻ നമുക്ക് തരുന്ന സന്ദേശം. ദക്ഷിണ നമ്മൾ എത്രയോ കേട്ടു അല്ലേ? ദക്ഷന്റെ തലപോയ കഥ, അത് ദക്ഷന്റെ തലപോയ കഥയാണ്. അത് കഥ ആ കഥ നമ്മളിലേക്ക് അന്വയിക്കണം. നമ്മുടെ കഴുത്തായി നിൽക്കണ എങ്ങനെയാവണമെന്ന് അറിയാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പോകാതിരിക്കാണ് വേണ്ടത്. അത് തന്നെയല്ല, നിന്റെ അച്ഛന് നല്ല അറിവുണ്ട്, സമ്പത്തുണ്ട്, കുറച്ച് സൗന്ദര്യവും ഇതൊക്കെ ഉണ്ട്. വിദ്യ തപോ വിത്ത ബബു വയ കുലൈഹി സതാം ഗുണൈ ഷഡ്ഭിരസത്തമേതരൈ സ്മൃതോഹദായാം മൃതമാനദശ സത്താനപശ്യന്തി ഹിധാമശ്രേയസ. വിദ്യ, തപസ്, ധനം, ശരീരബലം, അതുപോലെ കുലമഹിമ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സജ്ജനങ്ങൾക്കാണ് വളരെ നല്ലതാ. നിന്റെ അച്ഛനെ പോലുള്ളവർക്ക് ഈ സാധനങ്ങളൊക്കെ വന്നാണ്ടല്ലോ അഹങ്കരിച്ച് നശിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ സാധാരണ കുടുംബത്താണ് പറയണേ, നിന്റെ അച്ഛനെ പോലെ എന്ന് പറഞ്ഞാൽ എന്താവും? ഇത് അതുപോലെ തന്നെ പറഞ്ഞു, നിന്റെ അച്ഛനെ പോലുള്ളവർക്കാണെങ്കിൽ അതുവഴി അഹങ്കരിച്ചു നശിക്കും. പിന്നെ ഇപ്പോഴാണത്രേ മഹാദേവൻ ഇതിനു മുമ്പ് നടന്ന ഈ ദക്ഷൻ മഹാദേവനെ നിന്ദിച്ച കാര്യം പറഞ്ഞു. അപ്പൊ അന്ന് പറഞ്ഞില്ലേ? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ശ്രദ്ധിക്കണേ, അന്ന് പറയാൻ മറ്റൊന്നും കൊണ്ടല്ല. ദക്ഷൻ മഹാദേവനെ നിന്ദിച്ചു, ചീത്ത പറഞ്ഞു എന്ന് സതീദേവിയോട് പറഞ്ഞാൽ സതീദേവിക്ക് വിഷമമുണ്ടാവും.
മംഗളസ്വരൂപനായുള്ള തന്റെ ഭർത്താവുള്ള ലോകഗുരുവായുള്ള ദക്ഷിണാമൂർത്തിയായുള്ള മഹാദേവനെ ഇങ്ങേര് നിന്ദിച്ചോ എന്നിച്ചോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദേവിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് പറഞ്ഞില്ല. ഭാഗവതം തരുന്ന സന്ദേശം നമുക്കല്ലേ ഈ പ്രകടനം. ഇത് സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ നബ്രൂയാൽ സത്യമപ്രിയം. എല്ലാവരോടും നമ്മൾ സത്യം പറയണം. മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന പറയണം, പ്രിയമുള്ളവർ വേണം. പക്ഷേ ഈ സത്യമായാലും പ്രിയമായാലും പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാകുന്നതാണെങ്കിൽ ഒഴിവാക്കണം. അല്ലേ? ഏതെങ്കിലും സപ്താഹ വേദിയിലൊക്കെ ഇതിന്റെ കഥ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും വീട് മരിച്ചു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഓടി വന്ന് എല്ലാവരെയും കേൾക്കാതെ പറയരുത്. പിന്നെ അത് നിർത്തുന്ന സമയത്ത് വളരെ ശാന്തമായിട്ട് വിളിച്ചോണ്ട് പോയി അങ്ങനെയൊക്കെയാണ്. സത്യം പറയണം, അവർക്ക് സന്തോഷം ഉണ്ടാവണം പറയണം. പക്ഷെ ഒരു കാരണവശാലും അപ്രിയ സത്യം പറയരുത്. മഹാദേവനും ഈ ശാസ്ത്രത്തെ പിടിച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞില്ല. കാരണം അന്ന് പറഞ്ഞാൽ തന്റെ സഹധർമ്മിണിക്ക് വിഷമാവും. ഇന്നിപ്പോ സന്ദർഭം വന്നപ്പോ പറഞ്ഞു, അന്ന് നിന്റെ അച്ഛൻ ഇത്ത് ചീത്ത പറഞ്ഞെങ്കിലും ചീത്ത പറയണ്ടായി. അന്ന് എന്തുകൊണ്ടാ പറഞ്ഞെന്നാണെങ്കിൽ ഞാൻ എണീറ്റില്ല, അതുകൊണ്ടാണ്. എന്തുകൊണ്ട് എണീറ്റില്ല എന്നാണെങ്കിൽ മഹാദേവൻ കൂട്ടിച്ചേർത്തു, ഞാനും കൂടി ആ വേദിയിൽ അപ്പൊ എണീറ്റിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ പൊതുവെ അഹങ്കാരിയാണ്, ഞാനും കൂടെ എണീറ്റാൽ അയാൾക്ക് അഹങ്കാരം വർദ്ധിക്കും. ലോകഗുരുവായുള്ള ദക്ഷിണാമൂർത്തി മഹാദേവൻ പോലും ഞാൻ വന്നപ്പോഴേക്ക് പിന്നെ എന്റെ കേമത്ത് എന്താണ്? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില കിട്ടില്ലേ, ഭാഗവത പാരായണോ പ്രഭാഷണോ ഒക്കെ ചെയ്യുന്നപ്പോ ചില ആര് മൊത്തം അബദ്ധം വിളിച്ച് പറഞ്ഞാൽ ഇറങ്ങി വരുമ്പോ എന്ത് സൂപ്പറായി പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ചില തൽക്കാലം വരും ഇല്ലേ? എന്നിട്ട് അവർ ചിലപ്പോ പേരൊക്കെ മേടിക്കും. നാളിലൊക്കെ എന്ന് പറഞ്ഞാൽ പുരസ്കാരം കിട്ടാൻ യാതൊരു പ്രശ്നമില്ല. ചില്ലറ ഉണ്ടെങ്കിൽ പുരസ്കാരം കിട്ടും, ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല അല്ലേ? ഇത് പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ മനഃപൂർവ്വം നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാഗം ചെയ്യുന്നത്. പോകാതിരിക്കാൻ വേണ്ടത്. പോയാൽ സംഭാവിതസ്യ സുജനാൽ പരാഭവോ യഥാ സത്യോ മരണായ കൽപ്പതേ. പോയാൽ ചിലപ്പോൾ അതുവഴി ദേവിക്ക് മരണം ഉണ്ടാവും, പോകാതിരിക്കൂ എന്ന് മഹാദേവൻ പറഞ്ഞ് മഹാദേവൻ കണ്ണടച്ചിരുന്നു. മഹാദേവനെ വിട്ടിട്ട് പോകാനായിട്ട് ദേവിക്ക് മനസ്സ് വരുന്നില്ല. പക്ഷെ അച്ഛന്റെ യാഗത്തിൽ പങ്കെടുക്കണം, തീവ്രമായ ഒരു ആഗ്രഹം. ഭാഗവതം പറയണു മൈത്രേയ മഹർഷി, ഏതാവതുരാമശങ്കര പത്യങ്കമാസം ഹ്യുവയത്ര ചിന്തയൻ സുവിത്വപരസംഗീതാഭവാൻ നിഷ്ക്രാമതി നിർവിശതി വിദാസസാം. ഇവിടെ പറയാണ്, ആ സമയത്ത് 2 സതിയായിട്ട് ആവിർഭവിച്ചത്രേ. രൂപമില്ല, ഭാവം. എന്താ? ഗ്രഹത്തിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങും. എന്തിനാണ്? അച്ഛന്റെ യാഗത്തിൽ പുറപ്പെടാൻ, അച്ഛന്റെ യാഗത്തിൽ പങ്കെടുക്കാൻ. ഉടനെ ചാടി അകത്തേക്ക് കയറും. എന്തിനത്? മംഗളസ്വരൂപനായിട്ടുള്ള ഭഗവാനെ വിട്ടിട്ട് പോകുന്ന പരിപാടിയില്ല. അങ്ങനെ പല പ്രാവശ്യം അവർ ഈ സതീദേവിക്ക് ഇപ്പം 2 ഭാവം. അച്ഛന്റെ യാഗത്തിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ഭാവം, മഹാദേവന്റെ അടുത്ത് നിൽക്കണം എന്നുള്ള ഭാവം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴ് ദേവിക്ക് തോന്നി, മഹാദേവന് അല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാനിപ്പിക്കാം, അച്ഛന്റെ യാഗത്തിൽ പോവാ, അത് കഴിഞ്ഞാൽ പോയിട്ടും പ്രശ്നമില്ലല്ലോ അന്ന് പറഞ്ഞ് പോകാനായിട്ട് പുറപ്പെട്ടത്രേ. കൂട്ടത്തില് നന്ദികേശ്വരനും ഭൂതഗണങ്ങളും പുറപ്പെട്ടു ദേവിയെ കൊണ്ടുപോയി. ഇത് മഹാദേവൻ അറിഞ്ഞു. എന്നാ മഹാദേവൻ ആ സമയത്ത് ഷഡിച്ചോ, പോകരുത് സതി എന്ന് പറഞ്ഞാൽ ദേവി പോകില്ല. പക്ഷെ ഭഗവാൻ അത്ര ഷഡിച്ചില്ല. എന്തുകൊണ്ട്? ആ ചോദ്യം വന്നാൽ മഹാദേവന് മനസ്സിലായി, സതീദേവിയുടെ ആയുസ് തീരാൻ പോവാണ്. ആ സമയത്ത് ഇവിടെ നിന്നാണ് അച്ഛന്റെ യാഗചിന്തകൾ വന്നാൽ, ഇവിടെ നിൽക്കുമ്പോൾ ദുഷ്ടനായുള്ള അച്ഛനെ ചിന്തിച്ച് ശരീരം ഉപേക്ഷിച്ചാൽ പിന്നെ എടുക്കുന്ന ജന്മം അതുപോലെ ആവും. മറിച്ച് അവിടെ പോയി ഈ മഹാദേവനെ നിന്ദിക്കുന്ന യാഗം കണ്ട് മഹാദേവനെ സ്മരിച്ചുകൊണ്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നെങ്കിൽ പിന്നെ എടുക്കുന്ന ജന്മം മംഗളസ്വരൂപിണിയുണ്ടാവും.
അന്തേ യാസ്പ്രതി സാഗതി എന്നാണ് നമ്മുടെ ശാസ്ത്രമാണ്. നമ്മളൊക്കെ, ഞാനാണേലും നിങ്ങളാണേലും എന്തിനെ സ്മരിച്ചുകൊണ്ടാണോ വീണ് മരിക്കുന്നതല്ല ഈ ശരീരം ഉപേക്ഷിക്കേണ്ടത്, പിന്നെ എടുക്കുന്നത് ഞാൻ അതുപോലെ ആവും. അതുകൊണ്ടാണ് ഭാഗവതത്തോടൊക്കെ പറഞ്ഞ് ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ഈ ജന്മം കൊണ്ട് നമ്മൾ എന്താ നേടേണ്ടതെന്നാണെങ്കിൽ കുറെ സമ്പാദിച്ചു കൂട്ടലോ, ശോഭാ സീറ്റിൽ ഫ്ലാറ്റ് മേടിക്കലോ, അല്ലെ ഏറ്റവും വലിയ കാർ മേടിക്കലോ, അല്ലെ 4 നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നലോ, ഇതൊന്നും അല്ല നമ്മുടെ ജന്മലാഭം. ഭാഗവതം എല്ലാ പുരാണങ്ങളുടെയും സാരമാണ്. അനവധി പുരാണങ്ങൾ എഴുതിയ വേദവ്യാസൻ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നാരദനാകർന്ന മഹാഗുരു അവിടെ ചെന്നേച്ച് ചോദിച്ചു, എന്താ ദുഃഖമെന്ന്. അങ്ങ് 17 മഹാപുരാണങ്ങളും മറ്റു പുരാണങ്ങളും എഴുതി 1.5 ലക്ഷമുള്ള മഹാഭാരതം ചിട്ടപ്പെടുത്തി. എന്നിട്ടും എന്തേ ഒരു അകൃതാർത്ഥത അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു വേദവ്യാസൻ. അപ്പൊ നാരദൻ പറഞ്ഞു കൊടുത്തു, അങ്ങ് ഇതുവരെ ചെയ്ത പണിയൊന്നും നേരെയായില്ല, ഭഗവാന്റെ മഹത്വം അതിനകത്ത് വേണ്ടവർ ചേർത്തില്ല. അതുകൊണ്ട് എല്ലാ പുരാണങ്ങളുടെയും സാരം കൂട്ടിച്ചേർത്തുകൊണ്ട്, ഭക്തിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, രസഭംഗം വരാതെ ഒരു പുരാണം ചിട്ടപ്പെടുത്തിക്കോളൂ. അങ്ങനെ ചിട്ടപ്പെടുത്തിയ നാരദ മഹർഷിയുടെ മനോഹരമായുള്ള ഉപദേശം കൊണ്ട് ചിട്ടപ്പെടുത്തിയ പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതമൊക്കെ പറഞ്ഞു തരുന്നത് ഇനി അപ്പുറത്തൊരു ഗന്ധമില്ല വേറെ. ഭാഗവത്തിൽ അവസാനം പറഞ്ഞു, സർവ വേദാന്ത സാര സംഗ്രഹം ഇതി ഭാഗവതം ശിതേ എന്ന് ഇല്ലേ. അപ്പം ഭാഗവതത്തിന്റെ മഹത്വം അപ്പൊ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മലാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി. അവസാനം നമ്മൾ മരിക്കുന്ന സമയത്ത്, അല്ലാണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അല്ല, എപ്പോഴും നമ്മൾ മരിക്കുന്ന അറിയില്ലോ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയാണോ അറിയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാകാം. ഭാഗ്യം, അത് സുഹൃതാണ്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. എറണാകുളം TDM ഹാളില് ഒരു 5-6 വർഷം മുമ്പ് ഒരു സപ്താഹം ചെയ്യുമ്പോൾ 4ാമത്തെ ദിവസം ഗജേന്ദ്രമോക്ഷം വർണ്ണിച്ച് ആചാര്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അവരെല്ലാം കാപ്പി കുടിച്ചു വന്നപ്പോൾ ഒരാൾ കസേരയിൽപ്പെട്ടായിരുന്നു. ഇത് അനുഭവമാണ് കേട്ടോ. ഈ എറണാകുളത്ത് ശിവക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള സ്ഥലത്താണെന്നാ. ഒരാൾ കസേരയിരിക്കുന്നു. അപ്പൊ കാപ്പി കുടിച്ചു വന്നവര് ചോദിച്ചു, നിങ്ങൾ പോയി കാപ്പി കുടിച്ചിട്ട് വരുമെന്ന്. എണീക്കുമെന്ന് പറയും, പിടിച്ചു കുലുക്കി. ആരെണീക്കാനാ? ഇവര് കാപ്പി കുടിക്കാൻ പോയപ്പോ മറ്റേ അവിടെ അങ്ങ് ഭഗവാന്റെ സംസാര സ്വരൂപമായുള്ള ശിവരാജന്റെ ആ ആനന്ദത്തിന്റെ ലോകത്തിലേക്ക് പോയി. വെറുതെ പറഞ്ഞത് ഭാഗവതം കേട്ടുകൊണ്ട്, ഗജേന്ദ്രമോക്ഷം കേട്ടുകൊണ്ട് ഗജേന്ദ്രനെ കൊണ്ടുപോയ കഥ പറഞ്ഞപ്പോ ഈ ജീവനെ, ഈ വ്യക്തിയുടെ ആ ചൈതന്യത്തെ ഗുരുവായൂരപ്പൻ കൊണ്ടുപോയി. ഇതെല്ലാവർക്കും കിട്ടില്ല, വളരെ വിരളമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വേദിയിരുന്നാകാം, വീട്ടിലിരുന്നാകാം, വണ്ടിയിരുന്നാകാം, ഫ്ലൈറ്റിൽ പോകുമ്പോഴാകാം, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നാകാം. എപ്പോഴാണ് നമ്മൾ പോകുന്നതെന്ന് അറിയില്ല. എപ്പോഴും പൊയ്ക്കോട്ടെ, പോകുന്നുള്ള ഉറപ്പാണ്. ഭാഗവതന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തനെ പറ്റി പറയാം. ത്വാഷ്ട്ര എന്ന് പറയുന്നുണ്ട്, വൃത്രാസുരൻ. ആ വൃത്രാസുരൻ നമുക്ക് തരുന്ന ഉപദേശമുണ്ട് ഭാഗവത്തില്, ജാതസ്യ ധ്രുവർ മൃത്യു. ഇത് മാത്രം നമുക്ക് ജീവിതത്തിൽ പറയാൻ പറ്റുള്ളൂ. എന്തോ ജനിച്ചാൽ മരിക്കും. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, എത്ര കാലം കൊണ്ടാണ് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. ജാതകത്തെ പറഞ്ഞ പോലെ നടക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇത് നമുക്ക് പോകും, ആ പോക്ക് നമ്മൾ സുഖമാക്കണം. അതിന്റെ ഭാഗത്ത് പറഞ്ഞു അന്തേ നാരായണ സ്മൃതി. നമ്മൾ എന്തിനെ സ്മരിച്ചുകൊണ്ടാണ് മരിക്കുന്നത്, അതായിട്ട് ജന്മം എടുക്കും ഇവിടെ. അതുകൊണ്ട് ഭഗവാൻ മഹാദേവൻ സതീദേവി അച്ഛന്റെ യാഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ പോകരുതെന്ന് പറഞ്ഞില്ല. കാരണം നടക്കാൻ പോണ സംഭവം മഹാദേവൻ അറിയാം. അങ്ങനെ നേരെ ദേവി യാഗസ്ഥലത്ത് ചെല്ലുന്നു. തന്റെ അമ്മ സഹോദരിമാര് കുശലം പറയാനൊക്കെ പുറപ്പെട്ടെങ്കിലും അതൊന്നും കേൾക്കാൻ ദേവി നിന്നില്ല. ദേവി നേരെ യാഗം ചെയ്തെടുത്തി വന്നു. അവിടുത്തെ ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലായി, മഹാദേവനെ അരുദ്രഭാഗം തവ്യക്ഷാധ്വരം പിത്രാജനേമേ കൃതകേളനം വിഭോ. മഹാദേവനെ നിന്ദിച്ചുകൊണ്ട്, മഹാദേവനെ ഒഴിവാക്കിക്കൊണ്ട്, അരുദ്രഭാഗം കൽപ്പിച്ചുകൊണ്ട്, രുദ്രഭാഗം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന യാഗമാണെന്ന് മനസ്സിലായപ്പോ ദേവിക്ക് അങ്ങോട്ട് ഹൃദയം അങ്ങ് തകർന്നുപോയി. മഹാദേവൻ പറഞ്ഞാണ് പോകരുതെന്ന്.
അവിടുന്നാണ് ചാടി പുറപ്പെട്ടത്. ഉള്ളു തട്ടി, ഉള്ളു ചുട്ടു. എന്നിട്ട് ഭംഗിയായിട്ട് അവിടുന്ന് ഒരു പ്രഭാഷണം, അല്ലെ, യാഗങ്ങളൊക്കെ ഉത്സവങ്ങളൊക്കെ പ്രഭാഷണങ്ങളുണ്ടല്ലോ. ഇവിടെ പ്രഭാഷണം ആരാ ചെയ്തതെന്നാണെങ്കിൽ ദക്ഷന്റെ പുത്രിയായുള്ള സാക്ഷാൽ സതീദേവി. നയസ്യ ലോകേ സ്ഥിരശായന പ്രിയ തഥാ പ്രിയോ ദേഹഭൃതാം പ്രിയാത്മന അസ്മിൻ സമസ്താത്മനി മുക്തൈരഹി ഹൃദയഭവന്തം കഥമ പ്രദീപയേല്. അല്ലയോ പിതാവേ, പ്രിയാപ്രിയങ്ങൾ മോഹിച്ച് ശത്രുമിത്ര ഭേദബുദ്ധിയില്ലാതെ ആരിലും കരുണ ചൊരിയുന്ന സച്ചാൽ ലോകഗുരുവിനെയാണ് അങ്ങ് നിന്ദിച്ചത്. ഇത് ശരിയായില്ല. ഇതായിരുന്നു അവിടെ ദേവി വിളിച്ചു പറഞ്ഞു ആ മഹാസദസ്സിൽ വെച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അങ്ങ് ഈ ഭൗതിക സുഖത്തില് ഭൗതിക സുഖം കാക്ഷിക്കുന്ന ആളാണ്. ശരീരാദി സുഖങ്ങളില് പെട്ടടക്കുന്ന ആളാണ്. ജീവിതത്തില് പ്രേയസ് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മുടെ ജീവിതത്തിൽ രണ്ടുതരം നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. ഒന്നിന് പ്രേയസ് എന്ന പേര്, മറ്റൊന്നിന് ശ്രേയസ് എന്ന പേര്. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായുള്ള നേട്ടങ്ങള് പ്രേയസ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ നേട്ടം. ഭാഗവത്തിലെ ഗജേന്ദ്രമോക്ഷം വർണ്ണിക്കുമ്പോ നാരായണ ഭട്ടതിരി നാരായണത്തിൽ പറഞ്ഞു ശ്രേയസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഭാഗവത്തിലെ കുറച്ച് അഭിലഷണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള ഉന്നതി. അതെല്ലാം അങ്ങ് കാംക്ഷിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ പോലും നാമഗിരേരിതം നൃണാം സകൽ പ്രസംഗാതകമാശുവന്തിതം തമലങ്കശാസനം ഭവാനവോ ദേഷ്ടേ ശിവം ശിവേന്ദ്ര. അറിഞ്ഞോ അറിയാതെയോ ശിവ എന്നോ ശംഭു എന്നോ ഹര എന്നോ ഇങ്ങനെ ഏതെങ്കിലും രണ്ടക്ഷരം മഹാദേവന്റെ തിരുനാമങ്ങളിലെ രണ്ടക്ഷരം ജപിച്ചാൽ ആ ജപിക്കുന്ന ആളുടെ സർവപാപങ്ങളെയും കഴുകിക്കളഞ്ഞ് ആ ജീവനെ കൈലാസത്തിലേക്ക് പിടിച്ചുയർത്തും. അങ്ങനെയുള്ള മഹാദേവനെയാണ് അങ്ങ് നിന്ദിച്ചിരിക്കുന്നത്. കാലനെയാണ് അങ്ങ് നിന്ദിച്ച്. സാക്ഷാൽ യമധർമ്മനെ പോലും തന്റെ ഭക്തന് വേണ്ടിയിട്ട് ശൂലത്തെ കുത്തുനിർത്തിയ ആ പരമ്പൊരുളിനെയാണ് അങ്ങ് നിന്ദിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങയോട്. അങ്ങനെ ആ മഹാപൊരുളിനെ, ഭഗവാനെ ചീത്ത പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. ചിദാസ്പദാരിയാണ്, അതുപോലെ തന്നെ ദിഗംബരാണ്. ശരിയാണ്. അവ്യക്തലിംഗ അവധൂത സേവിത. അതെ, അദ്ദേഹം ചിതാഭസ്മം ധരിച്ചിരിക്കുന്ന ആളാണ്. അവധൂത ഭാവമാണ്. എന്ന് വെച്ചാല് അദ്ദേഹത്തിന് ശരീരത്തോടും ഒട്ടലോ ബന്ധമില്ല, ഭേദബുദ്ധിയില്ല. അതെ, അദ്ദേഹം ആ തലത്തിൽ ചേർന്ന മഹാപ്രഭുവാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ നിന്ദിച്ച് അങ്ങയുടെ മകളായിട്ട് ഇനി ഈ ഭൂമിയിൽ വർത്തിക്കാൻ പോരാ, മഹാദേവനെ ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മഹാദേവനെ ശുശ്രൂഷിക്കാൻ കൊള്ളില്ല. കാരണം ശിവപൂജയ്ക്ക് ഒരിക്കലും പുഴുക്കുത്തു പിടിച്ച വില്ലുകൾ എടുക്കാറില്ല. ഇത് അങ്ങയിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ഈ ശരീരം. അത് മഹാദേവനെ ശുശ്രൂഷിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചാൽ എൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോകണമെന്ന് അവന്ന് വിളിച്ചു പറഞ്ഞു. ഇനി ഒരു ആരെങ്കിലും ചോദിക്കാണ്, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കും. ഗോത്രം തദീയം ഭഗവാൻ വൃഷധ്വജോ ദാക്ഷായണീത്യായദാസുദുർമനാം നഭേദവർമ്മസ്ത്രമാശു തദ്യം വിൽസൃക്ഷ ഏതൽ കണവം തുതങ്കജം കുഞ്ഞപ്പം തുതങ്കജം. ഞാൻ ഇവിടുന്ന് തിരിച്ചു വന്നാൽ മഹാദേവൻ വളരെ സന്തോഷത്തോട് സ്വീകരിക്കും. പക്ഷേ മഹാദേവനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് മഹാദേവൻ ഇടയ്ക്ക് ദാക്ഷായണി എന്നൊന്ന് വിളിച്ചാൽ, കൂട്ടത്തിൽ ഒന്ന് ചിരിക്കുകയും കൂടി ചെയ്താൽ നർമ്മ, അതിനൊരു അർത്ഥമുണ്ട്. എന്തത്? അല്ലേലും നീ ആ ദുഷ്ടനായുള്ള ദക്ഷന്റെ പുത്രി അല്ലേ? എങ്ങനെയുണ്ട്? അങ്ങനെ കേട്ട് ജീവിക്കുന്നതിന് നല്ലത് ഇതിവിടെ ചുമേക്ഷിക്കുകയാണ് എന്നങ്ങ് ദേവി തീരുമാനിച്ചു. എന്നിട്ട് യാഗശാലയുടെ മുമ്പിൽ ചമ്രം പണിഞ്ഞിരുന്നു. ഒരു മഞ്ഞപ്പെട്ടുകൊണ്ട് തന്റെ ശരീരം മൂടി. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ എല്ലാമായുള്ള
ലോകത്തിന്റെ തന്നെ ഭർത്താവായുള്ള, തന്റെ ഭർത്താവായുള്ള, സാക്ഷാൽ ജൽഗുരുവായുള്ള ശിവപെരുമാളിനെ മമ്മിയൂരപ്പനെ ഉള്ളിൽ അങ്ങോട്ട് കണ്ടു, നിറഞ്ഞു കണ്ടു. തദസ്വർത്തരണാംബുജാസവം ജഗൽഗുരോ ചിന്തയതീനചാപരം ദദർശദേഹോ ഹതകൽമഷ സതി സത്യപ്രജ്വാല സമാധിജഗ്ന. അങ്ങനെ ശരീരം മറച്ച് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ശിവപെരുമാളിനെ കണ്ടുകൊണ്ട്, ഉള്ളിൽ നാമം ജപിച്ചുകൊണ്ട്, തന്റെ ഉള്ളിലുള്ള ആ യോഗാഗ്നിയെ തന്റെ യോഗശക്തി കൊണ്ട് പ്രജ്വലിപ്പിച്ചിട്ട് സമാധിയെ പ്രവചിച്ചു, അഥവാ തന്റെ ശരീരം ഭസ്മമാക്കി. ഇതിന്റെ പേരാണത്രേ സതിയനുഷ്ഠിക്കുക. അല്ലാണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചെതേച്ചാടണം, അല്ലെങ്കിൽ എടുത്തിടുത്രേ. അതിനൊന്നും സതി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളോട് നിർബന്ധിച്ച് ചെതേച്ചാടാൻ പറഞ്ഞാൽ അതിന് ദേഹത്യ എന്ന് പറയാം. ഇനി ആരെങ്കിലും പിടിച്ചു പൊക്കിയിട്ടാൽ അതിന്റെ പേര് കൊലപാതകമാണ്. അപ്പൊ ശരിക്കുള്ള സതി എന്താന്ന് പറഞ്ഞാൽ ഇതാ നമുക്കും അനുഷ്ഠിക്കാം സതി. ആർക്കെങ്കിലും അതിനുള്ള കഴിവുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള യോഗാഗ്നിയെ നമ്മുടെ തപശക്തി കൊണ്ട് അതിനെ ജ്വലിപ്പിച്ച് ഈ ശരീരം ഭസ്മാക്കാൻ സാധിച്ചാൽ അതിന് നമുക്ക് പറയാം സതി അനുഷ്ഠിക്കാതെ. എനിക്ക് പറയാം, എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല. നമ്മൾ തീപിടി വീടെങ്കിൽ തീപ്പൊള്ളി വരച്ചു വെക്കണം. ഇനി ആരെങ്കിലും തനിക്കതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ പുതച്ചിരുന്നുകൊണ്ട് പെട്രോൾ വെച്ചിട്ട് കത്തിക്കൽ, അതൊന്നും സതിയല്ല. അത്രയും സതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പണ്ഡിറ്റ് ഗോപാലനാഥൻ സാർ തന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, സതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ അനുഷ്ഠിക്കാം. അതോടുകൂടി ശിവഭൂതങ്ങളെല്ലാം ഇത് കണ്ട് ദുഃഖിതരായ അവര് യജ്ഞശാല ഇല്ലാതാക്കാനും അത് നശിപ്പിക്കാനും ഭൃഗ്വാദികളെ ഉപദ്രവിക്കാനും പുറപ്പെട്ടു. ഭൃഗ്വാദികള് ആഭിചാരം ചെയ്ത് ഈ ഭൂതഗണങ്ങളെ അവിടുന്ന് അട്ടിപ്പായിച്ചത്രേ. ഈ വിവരം സതീദേവി തന്റെ ശരീരം ഉപേക്ഷിച്ചു എന്നുള്ള വിവരം അറിഞ്ഞ മഹാദേവൻ, എല്ലാം അറിയാവുന്ന വല്യ തമ്പുരാൻ, അറിയാവുന്നതായിട്ടും പെട്ടെന്ന് തന്റെ സതി അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ ഭാവത്തില് ദേഷ്യം വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? കോപത്തോടുകൂടി തന്റെ ജഡം കൊണ്ട് പിടിച്ചു കുലുക്കി താഴ്ത്തടിച്ചത്രേ. അതോടുകൂടി വീരഭദ്ര പെരുമാൾ അവിടെ സാന്നിധ്യം ചെയ്തു. ഭഗവാൻ ശൂലം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദക്ഷനെ നശിപ്പിച്ച് യാഗശാലയെ നശിപ്പിച്ച് മഹാദേവനെ നിരീശ്വരനെ നശിപ്പിച്ചു വരുമെന്ന്. അന്യമാനസ്രുദ്രപാശതേ വൃഷം ഉദ്യമ്യശൂലം ജഗദാന്തകാന്ത ഭൂഷണാംഗ്രീ. വീരഭദ്ര പെരുമാള് ആ ശൂലമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അവിടുന്ന് ഒരു പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് അവിടുന്ന് എടുത്ത് ഓടി ഭൂതഗണങ്ങളോടുകൂടി. ഇവിടെ വന്ന് ഈ മഹാദേവനെ നിന്ദിച്ചു നടത്തിയ യാഗശാലയെല്ലാം കേടുവരുത്തി. കേജൽപമഞ്ചു പ്രാഗ്വംശം പത്നീശാലം തഥാവരേ സദാ ആഗ്നിത്രശാലം തദ്വിഹാരം മാനസം. ആ യാഗശാലയൊക്കെ ചവിട്ടി പൊളിച്ചു. അതുപോലെ തന്നെ യാഗശാലയിൽ ഉണ്ടായിരുന്ന ഋത്തുക്കളുടെ പത്നിമാര്, ഋത്തുക്കള് അവരെയൊക്കെ ഉപദ്രവിച്ചു. കൻവേഷും ഇത്രയും കേജിൽ മേഖല യജ്ഞശാലയിൽ മലമൂത്രാദികളൊക്കെ ചെയ്ത് അത് അശുദ്ധിയാക്കി. പിന്നെ മഹാദേവനെ നിന്ദിച്ച ആൾക്കാർക്കൊക്കെ അംഗവയിൽ വന്നത്രേ. മഹാദേവനെ ചീത്ത പറഞ്ഞ സമയത്ത് അവിടെ പൂഷാബെന്ന് പറയുന്ന ഒരാള് താടിയൊക്കെ പിടിച്ച് രസിച്ചത്രേ. ഓരോരുത്തരും രസം ഓരോ തരത്തിലാണല്ലോ. താടിയൊക്കെ പിടിച്ച് രസിച്ചു. ആ താടി മുഖത്തെ രോമെല്ലാം പറിച്ചു ദൂരെ എറിഞ്ഞത്രേ. അതിക്ക് ലാഭമായി. ഇനിയിപ്പോ 100 രൂപ ലാഭം. ഇതൊന്നും എടുത്തു കളയണ്ടല്ലോ, അത് അവര് പറിച്ചു കളഞ്ഞു. ഭഗസ്ഥനെ എത്രയും ഭഗവാൻ ഭഗൻ എന്ന് പറയുന്ന ഒരാള് ഭഗവാനെ ചീത്ത പറയുന്നപ്പം കണ്ണുരുട്ടി മീച്ച് രസിച്ചു അത്രേ. ആ കണ്ണൊക്കെ ചുവന്നെടുത്ത് കളഞ്ഞു. പൂഷാബ് എന്ന് പറയുന്ന ഒരാള് ഇളിച്ചോണ്ടിരുന്നത്രേ. ആ പല്ലെല്ലാം അടിച്ചു കളഞ്ഞു. എന്നിട്ട് പല്ലെടുക്കണമെങ്കിൽ എത്ര രൂപ വേണം? 32 എടുത്തു കളഞ്ഞു. 10 രൂപയുടെ ചെലവില്ല. അങ്ങനെ ദക്ഷന്റെ തല പിരിച്ചെടുത്ത് ആ ദക്ഷിണാക്കിലിട്ടു. അതിന് പുറത്തു വരാൻ പാടില്ല.
ഭഗവാന്റെ ഭക്ത പറഞ്ഞിട്ടുണ്ട്, എന്താ ആടിന്റെ തല വെച്ച് നടക്കണം, അത് പുറത്തുണ്ടാവല്ലോ. അതങ്ങനെയാ അഗ്നിയിലിട്ടു. അതിനുശേഷം അവിടെ മഹാദേവനെ ചീത്ത പറയുമ്പോൾ വേറെ പലരും പല രീതിയിൽ രസിച്ചിരുന്നു. ചിലര് കൈ നോക്കി രസിച്ചിരുന്നു, അവന്റെ കൈ ഒടിച്ചു. ചിലര് കൈ കൊണ്ട് തൊടയിലടിച്ച് രസിച്ചിരുന്നു, അവന്റെ തൊടയൊടിച്ചു. ചിലർ നടുവ് പിടിച്ച് രസിച്ചു, നടുവടിച്ചു. ചുരുക്കി പറഞ്ഞ ചിലരുടെ കണ്ണുപോയി, ചിലരുടെ പല്ല് പോയി, ചിലരുടെ എല്ലുകളെല്ലാം പോയി, ദക്ഷന്റെ തലയും പോയി. ആലോചിക്കൂ, ശ്രദ്ധിക്കൂ. യാഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ യാഗമാണ് ഈ ബൃഹസ്പതിസ്തവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യാഗത്തിന് വട്ടം കൂട്ടിയിട്ട് എന്താ ഉണ്ടായതിന്റെ അനുഭവം? യാഗത്തിന്റെ യജമാനായ ആളുടെ തല പോയി, ചിലരുടെ പല്ല് പോയി, ചിലരുടെ കണ്ണ് പോയി, ചിലരുടെ എല്ല് പോയി. എന്താ ഇങ്ങനെ വന്നേ എന്ന് നമ്മൾ ചോദ്യം ചോദിച്ചാൽ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു, ഈ രംഗം പറഞ്ഞു തരുന്നു. ആഭിജാത്യം, ധനം, ജ്ഞാനം, ബന്ധുബലം, അതുപോലെ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഏത് കർമ്മത്തിന്റെ പിന്നിൽ പശ്ചാത്തലത്തിൽ ഭക്തിയില്ലെങ്കിൽ അതെല്ലാം ശൂന്യമാണ്, വെള്ളത്തിലെ വരയ്ക്ക് തുല്യമാണ് എന്നെടുത്ത് കാണിക്കുക. ഭക്തിയില്ലായിരുന്നു പോരാ, ഈശ്വരനെ നിന്ദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഇങ്ങനെയുള്ള ദുരിതത്തിലേക്ക് എത്തിച്ചേരുക എന്ന് നമുക്ക് കാണിച്ചു. ദക്ഷ നമ്മൾ കേട്ടു, പറഞ്ഞു, ഏതോ സംഭവം അല്ലല്ല. ഈ കഥകളെല്ലാം നമ്മളിലേക്ക് അന്വേഷിക്കണം. അപ്പോഴാ മനസ്സിലാകുന്നത് ഈ ദക്ഷന്റെ ഭാവം നമുക്ക് വരുന്നുണ്ടോ? ഈഗോ. ദക്ഷന് തലപോകാൻ കാരണം എന്താണ്? ദക്ഷന് തലപോകാൻ കാരണം അഹങ്കാരമാണ്. അഹങ്കാരം വന്നാൽ അത് പ്രജാപതിനാം അഹം ദക്ഷ എന്ന് വിഭൂതിയോഗത്തിൽ ഭഗവാൻ തന്നെ വിളിച്ചു പറഞ്ഞ ദക്ഷ പ്രജാപതിയുടെ തലയാ പോയത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം പറയണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു രംഗത്തും നമ്മൾ അഹങ്കരിക്കരുത്. ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കൊക്കെ അഹങ്കരിക്കാൻ എന്താ സാധ്യതയുള്ളത്? നമ്മളുടെ ആവിർഭാവം തൊട്ട് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നോക്കിയോളൂ, നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത് ഈ ഭൂമിയില്? എന്തിന്റെ പശ്ചാത്തലം നമ്മൾ അഹങ്കരിക്കുക? ആകപ്പാടെ ഒരു ചാൻ വലിപ്പത്തിൽ ഒരു ശരീരമായിട്ട് ഇവിടെ വരുന്നു. ഈ വരുമ്പോ നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല. അമ്മയായിട്ടുള്ള ബന്ധവരെ മുറിച്ചിടുന്നു. ഇവിടെ എന്താ കഴിഞ്ഞാൽ ശ്വസിക്കാൻ വായു ഭഗവാൻ തരണു, കുടിക്കാൻ വെള്ളം നമുക്ക് ഭഗവാൻ തരണു, കഴിക്കാൻ ഭക്ഷണം ഭഗവാൻ തരണു, ഒരുങ്ങാന് ഉടുക്കാൻ വസ്ത്രം ഭഗവാൻ തരണു, എല്ലാം ഭഗവാൻ തരണു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ദക്ഷന്റെ ഭാവത്തിലേക്ക് എത്തും. ഒരിക്കലും ദക്ഷന്റെ ഭാവം വരാതിരിക്കുക. അങ്ങനെ ഈ അംഗവൈകല്യങ്ങൾ വന്നവരെല്ലാം കൂടി ബ്രഹ്മാവിനെ കാണുന്നു. രക്ഷിക്കണമെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, വിധി എന്ന് എനിക്കൊരു പേരുണ്ട്, പക്ഷെ മഹാദേവനെ നിന്ദിച്ചതിന് വിധി കൽപ്പിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് പറഞ്ഞ് ദേവന്മാരെല്ലാം ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ കൈലാസത്തിലേക്ക് യാത്രയായി. ആ കൈലാസ യാത്രയുടെ കാണിച്ചു തരുന്നുണ്ട്. പോകുന്ന വഴി എന്ത് മനോഹരമാണ്! നല്ല താമര പൊയ്കകള്, ഉപതടാകങ്ങള്, ആനക്കൂട്ടങ്ങള്, മത്സരമില്ലാത്ത മറ്റു മൃഗങ്ങള്, പക്ഷികള്, വൈഷ്ണവന്റെ കൊട്ടാരം, നല്ല പഴങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങള്, കൂട്ടലിഞ്ഞിരിക്കുന്ന ചെടികള്, ഇതെല്ലാം കണ്ട് നടന്ന് അവര് പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് പോയി. കൈലാസത്തിലെ ഒരു ശൃംഗത്തില് ഭഗവാൻ ഓരോ ദക്ഷിണേ സവ്യം പാദവത്പഞ്ചനാജാനീ ബാഹും പ്രകോഷ്ഠമാലാമാസേനം തർക്കമുദ്രയം. മഹാദേവന്റെ ഒരു പ്രത്യേക രീതിയിൽ ഈ തന്നെ കാണാൻ വന്ന് ദേവന്മാർക്കും ദർശനം കൊടുത്തു. തന്റെ വലത് കാലില് ഇടത് പാദമെടുത്ത് വച്ച് ഇടത് കൈ പിടിച്ചുകൊണ്ട്, വലത് കൈ ചിന്മുദ്ര പിടിച്ചുകൊണ്ട്, തള്ളവരലും ചൂണ്ടുവരലും കൊണ്ട് പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന രൂപത്തില് ഭഗവാൻ ദർശനം കൊടുത്തതായി. അവിടെ നാരദായ പ്രബോധന്തം അവിടെ മഹാദേവ മാത്രമല്ല നാരദാദി മഹർഷികളുണ്ട്. എല്ലാരും അവിടെ നിൽക്കുന്ന അവിടെ വെച്ചിട്ട് ബ്രഹ്മാവിനെയും മറ്റു ദേവന്മാരെയും ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാൻ ബ്രഹ്മാവിനെ കണ്ടപ്പം തന്റെ അച്ഛന്റെ സ്ഥാനം കൂടെ ഉള്ളതല്ലേ, ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ എഴുന്നേക്കാതെ തലകൊണ്ട് വന്ദിച്ചു. ബ്രഹ്മാവ് മഹാദേവനോട് പറഞ്ഞു, തമേവ ധർമാർത്ഥ ദുഃഖാത്മത്തെ
ദക്ഷേണ സൂത്രേണ സർജിതാധ്വരം. ആ ഈ ദക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ തന്നെ വേണ്ടപ്പെട്ട ആളല്ലേ. ദക്ഷനെ കൊണ്ട് യാഗം ചെയ്യിച്ചത് അവിടുന്നാണ്. ദക്ഷിന് അഹങ്കാരം വന്നതും അവിടത്തേക്ക് അറിയാമല്ലോ. അദ്ദേഹത്തിന് ദേഹബുദ്ധി ഭേദബുദ്ധി വന്നതിനുള്ള ശിക്ഷ അവിടുന്ന് കൊടുക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യണം, ദക്ഷന്റെ തല പോയി ദക്ഷനെ ജീവിപ്പിക്കണം. യാഗത്തിൽ മറ്റുള്ളവരുടെ ചില അംഗവൈകല്യം വന്നിട്ട് അവർക്കൊക്കെ അത് കൊടുക്കണം എന്ന് ബ്രഹ്മാവ് ദേവന്മാർക്ക് വേണ്ടിയിട്ട് ദക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നായി. മഹാദേവൻ പിന്നെയായിട്ടെന്ന് പറഞ്ഞില്ല, ശരി എന്നും പറഞ്ഞ് പുറപ്പെടുന്നു. ഇവിടെ യാഗശാലയിൽ വന്നിട്ട് ബ്രഹ്മാവിനോട് പറയണു, ദക്ഷന്റെ ശിരസ്സെടുത്ത് വയ്ക്കാൻ. ദക്ഷന്റെ ശിരസ് അവിടെ ഇല്ലല്ലോ. എന്റെ ഗുരുനാഥൻ തട്ടയൂർ തിരുമേനി പറയും, ഈ ബ്രഹ്മാവ് നമ്മളെപ്പോലെ നടത്തായി. അപ്പൊ നമ്മൾ ഭയങ്കര ഓട്ടാകും സമയത്ത് നിർത്തണ്ടേ. അപ്പം ബ്രഹ്മാവ് നിൽക്കുന്നിടത്ത് ഒരു ആടിന്റെ തലയുണ്ടായിരുന്നു ഇത്രേ. അതെടുത്ത് ദക്ഷന്റെ കഴുത്തിലേക്ക് വയ്ക്കലും മഹാദേവൻ മമ്മിയൊക്കെ ഒരു വിളി വിളിച്ചു, ദക്ഷ മേന്ന് വിളി കേട്ടത്. അതെന്തത് യഥാർത്ഥ തല പോയി. നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് ആടിന്റെ തല വയ്ക്കേണ്ടതാണ്, അത് പാലിക്കണം. അതുകൊണ്ട് എന്തായി സംഭവിച്ചു, ബ്രഹ്മാവ് എടുത്ത ഒരു ആടിന്റെ തല വച്ചപ്പോ എന്തായി, തല തിരിഞ്ഞു പോയി. എന്നാ ബ്രഹ്മാവ് പറയണ്ടേ, മഹാദേവ ഒന്ന് നിൽക്കേ, ഞാനൊന്ന് തിരിച്ചോട്ടെ എന്ന്. വേണ്ട, തിരിഞ്ഞു തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്നാണെങ്കിൽ ഇപ്പൊ ദക്ഷന്റെ അവസ്ഥ അങ്ങടെ പോണെങ്കിൽ ഇവിടെ കാണുള്ളൂ, അത്രേ പൃഷ്ഠഭാഗം കണ്ടുപോകണം. എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹത്തിന് ഓർമ്മ പറയണം, മഹാദേവനെ നിന്ദിച്ചാൽ, സജ്ജനങ്ങളെ നിന്ദിച്ചാൽ ആ അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കണം. ഇതൊരു ദക്ഷനല്ല കേട്ടോ, നമ്മളെപ്പോലുള്ള എല്ലാ ദക്ഷന്മാർക്കും ദക്ഷികൾക്കും പറഞ്ഞു തരുന്ന ഉപദേശമാണ്. ഒരു കാരണവശാലും ഈശ്വരൻ നിന്ദ ചെയ്യരുത്, മഹാദേവനെ നിന്ദിക്കരുതെന്ന് മാത്രമല്ല, ഭാഗവത്തെ നിന്ദിക്കരുത്, ഭഗവാനെയും ഭഗവതിയൊക്കെ ആരാധിക്കുന്ന ഭക്തജനങ്ങളെ പോലും നിന്ദിക്കരുത്, ആരും നിന്ദിക്കരുത്. കാരണം ആരും നിന്ദിച്ചാലും അത് ഭഗവാനാകില്ല. കാരണം സർവചരാചരങ്ങൾ ഇരിക്കുന്ന ഒരേ ഒരു ചൈതന്യമാണ് ഭഗവാൻ. സജ്ജനങ്ങളുടെ ലിസ്റ്റ് പറയുന്നു, സർവദേഹിനാം സമ. ഇങ്ങനെ കാണണം, ഇവിടെ കാണുന്ന എല്ലാ ചരാചരങ്ങളിലും ചരാചരങ്ങളിലും ഒരേ ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം ഇരിക്കുന്നത്. അപ്പൊ ഒരാളെ നമ്മൾ നിന്ദിച്ചാൽ, വേദനിപ്പിച്ചാൽ അത് ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാവും, ഭഗവാനെ വേദനിപ്പിക്കുന്ന തുല്യമാവും. അതുകൊണ്ട് നമ്മൾ ഒരാളെ നിന്ദിക്കാൻ പാടില്ല. അങ്ങനെ ദക്ഷന്റെ തലതിരിഞ്ഞു പോയി. പിന്നെ ഭഗവാൻ പറഞ്ഞു, ഉഷാവിന് താടിയൊക്കെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. മുഴുവനൊന്നും പടത്തില്ല, അവിടെ ഇവിടെയൊക്കെ 3-4 രോമൊക്കെ കൊടുത്തു. എന്നാലും ആ പുഷാനും അല്ല, പിന്നെ എന്താ പറയാ, ഭൃഗുവിന് താടി കൊടുക്കാൻ പറഞ്ഞു. ഭൃഗുവിന് അവിടെ ഇവിടെയൊക്കെ താടി കിട്ടി. ഉഷാവിന് പല്ല് കൊടുക്കാൻ പറഞ്ഞു. യജമാന്റെ പല്ല് വെച്ച് നടന്നോളാൻ പറഞ്ഞത്ര. മഹാദേവൻ പറയാണ്, യജമാന്റെ പല്ല് വെച്ച് നടക്കാൻ എപ്പോഴും സാധിക്കില്ല. ഉഷാദി യജമാനസ്യ അല്ല, ഇനിയിപ്പം അങ്ങനെയൊക്കെ പല്ല് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലോ. ശരിക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ അരച്ചു വല്ലതും കഴിച്ചോട്ടെ. അപ്പൊ അങ്ങനെ മതി. പല്ല് കൊടുത്തു, പക്ഷെ വേണ്ട പോലെ ആയില്ല. താടി കൊടുത്തു, പക്ഷെ വേണ്ട പോലെ ആയില്ല. അതുപോലെ ഈ ഭഗന് കണ്ണു കൊടുത്തു, അത് വേണ്ട പോലെ ആയില്ല. എന്നാലും കണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ടാണോ, ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ടാണെന്ന് അറിയില്ല എന്ന് മാത്രം. കാക്കൊക്കെ നോക്കുന്നവരെ ബാക്കിയുള്ളവരെ അനുഗ്രഹിച്ചു ഭഗവാൻ. എന്നാൽ ആരെയും പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചില്ല. എന്തുകൊണ്ടെന്നാണെങ്കിൽ അവർക്ക് മനസ്സിലാകണം, മഹാദേവനെ നിന്ദിച്ചാലുള്ള ഫലം ഇതാണ്. എന്നാലും ശിവാമലോകാതോൽ ശരൽ ഹൃദയമാവലാം, ദക്ഷിണ കൂട്ടർക്കും ശരൽക്കാലത്തെ നദികളിലെ വെള്ളന്മാര് സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഇടിച്ചൂത്തി മഴ പെയ്ത കലങ്ങും ഇതുപോലെ ആകുമെന്നർത്ഥം. ഇനി ഇവർക്കൊക്കെ സമാധാനമായി ആ യജ്ഞം സമർപ്പിക്കണം. ഒരു യജ്ഞം തുടങ്ങിയാല് അത് വേണ്ട പോലെ സമർപ്പിക്കണം. യജ്ഞം സമർപ്പണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രിമൂർത്തികൾ വരണം. ഇപ്പൊ ഇവിടെ ബ്രഹ്മാവുണ്ട്, മഹാദേവനുണ്ട്, മഹാവിഷ്ണു ഇല്ല, ഇതിനകത്തേക്ക് പങ്കെടുത്തില്ല. മഹാവിഷ്ണുവിനെ ഗുരുവായൂരപ്പൻ വരാൻ വേണ്ടിയിട്ട് എല്ലാരും വിളിച്ച് പ്രാർത്ഥിച്ചത്രേ. രുദ്രനും ബ്രഹ്മാവും ദേവന്മാരൊക്കെ ദക്ഷിണ ഉൾപ്പെടെ വിളിച്ച് പ്രാർത്ഥിച്ചു.
അപ്പൊ ഗുരുവായൂരപ്പൻ അവിടെ വന്നു. അദ്ധര്യാത്മഹവിഷാം യജമാനോ വിശാംപതേ വിശുദ്ധയാ ദധ്യോ തഥാ പ്രാതരഭൂൽ ഹരി. സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ ആ ഗരുഡന്റെ പുറത്ത് കൈയും വെച്ച് അവിടേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പം ദക്ഷ പ്രജാപതിയും ഋത്തുക്കളും സദസ്യരും സാക്ഷാൽ മഹാദേവനും എല്ലാവരും ആ മഹാപ്രഭുവായിട്ടുള്ള ഭഗവാനെ വീണ് നമസ്കരിച്ചുകൊണ്ട് സ്തുതിച്ചു. ഓരോ സ്തുതി വളരെ പ്രധാനമാണ്. അതിൽ ബ്രാഹ്മണര് പറയണു, ത്വം ഘൃതസ്ത്വം ഹവിസ്ത്വം ഹൃദാശസ്വയം ത്വം ഹിമന്ത്ര സമൃദ്ധപാണിചാം ത്വം സദസ്യർത്തുജോ ദമ്പതി ദേവത അഗ്നിഹോത്രം സദാ സോമ അച്ഛംബശു. ത്വം ഘൃതസ്ത്വം യാഗവും ഹവിഷും അഗ്നി മന്ത്രം സമിത്തുക്കള് കുശം പാത്രം ഋത്തിക്കുകള് യജമാനൻ, ഇതെല്ലാം ഒരു യാഗത്തിന് വേണ്ടതാണ്. ഇതെല്ലാം അവിടുന്ന് തന്നെയാണ്. എന്താ അവിടുന്ന് അല്ല മറ്റൊന്നും ഇല്ല. ഇതന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തില്. ഭഗവാനല്ല മറ്റൊന്നും ഇല്ല. ഭഗവാന്റെ കൃപയാണ് ഞാൻ ഇങ്ങനെ കഴിയുന്നത്. നമുക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും ഇവിടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് പൊന്നു ഗുരുവായൂരപ്പന്റെ മഹാദേവന്റെ കരുണയാണ്, ഭഗവാന്റെ കൃപയാണ്, ഭഗവാന്റെ വാത്സല്യമാണ്, ഭഗവാന്റെ പ്രഭുത്വമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു തരുന്നു ഈ സംഭവം. ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞ ഭഗവാൻ അവരോട് പറയണു, അഥവാ നമ്മളോട് പറയണു, അഹം ബ്രഹ്മാജ സർവസ്യ ജഗത കാരണം പരം ആത്മീയ സ്വരൂപദൃഷ്ട സ്വയം വിശേഷണ. ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഭാഗവതത്തിലെ ദക്ഷയാത്രയോട് നമുക്ക് തരുന്നത്. ഭഗവാൻ പറയണു, എല്ലാ വസ്തുക്കളിലും അന്തര്യാമിയിരിക്കുന്നതും ഈശ്വരനും സർവസാക്ഷിയും താനെ പ്രകാശിക്കുന്നതും ഞാൻ തന്നെയാണ്. ധാരാ പറഞ്ഞ മഹാവിഷ്ണു ഗുരുവായൂർ പറയണം, ആ ഞാൻ തന്നെയാണ് സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവായിട്ട് വർത്തിക്കുന്നതും ആ ഞാൻ തന്നെയാണ് സംഹാര സമയത്ത് മഹാദേവനായിട്ട് ശിവനായിട്ട് വർത്തിക്കുന്നു. ആ ഞാൻ തന്നെയാണ് ഇതിനെ രക്ഷിക്കുന്നതായിട്ടുള്ള വിഷ്ണുവായിട്ട് വർത്തിക്കുന്നു. അങ്ങനെയുള്ള എന്നെ നിങ്ങള് പലതായിട്ട് കണ്ടു. ത്രയാണാം ഏകഭാവാനാം യോ അനപശ്യതി വൈഭിതാം സർവഭൂത ആത്മനാം ബ്രഹ്മൻ ശാന്തിമതി ഗച്ഛതി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭഗവാൻ ഉപദേശമാണ്. ഏകത്വത്തിൽ ഒരിക്കലും നാനത്വം കാണരുത്. നാനത്വത്തിൽ ഏകത്വം കാണണം. ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ബ്രഹ്മാവായിരുന്നു സൃഷ്ടിക്കുന്നതും, ഞാൻ തന്നെയാണ് വിഷ്ണുവായിരുന്നു രക്ഷിക്കുന്നു, ഞാൻ തന്നെയാണ് മഹാദേവനായിട്ട് സംഭരിക്കുന്നു. നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഗുരുർ ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഈ മൂന്ന് ഗുരുഭാവം എന്ന് പറയുന്നത് ആ സച്ചിദാനന്ദ സച്ചാൽ പരമ്പരയുള്ളതിന്റെ മൂന്ന് ഭാവമാണ്. അങ്ങനെയുള്ളതിനെ ഒരിക്കലും പലതായിട്ട് കാണരുത്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. പല പല കൈവഴികളായിട്ട് ഒഴിവരുന്ന ഈ ജലാശയങ്ങള് സമുദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പലതില്ല, സമുദ്രം മാത്രം. ഇതുപോലെ നമ്മൾ ഏത് ദേവി ദേവന്മാരെ സ്തുതിച്ചാലും പ്രാർത്ഥിച്ചാലും അതെല്ലാം എവിടേക്ക് ചെല്ലുന്നാണെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെ ആ പരമ്പരകളുടെ ഭാഗത്തിലേക്ക്. അത് മനസ്സിലാക്കി വേണം നമ്മള് ഭഗവാനെ ഭഗവതിയൊക്കെ ആശ്രയിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും. നമുക്കൊക്കെ തോന്നും ചിലയിടത്ത് ചെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയില്ലെങ്കിൽ അവര് കോപിക്കുവോ, ഇപ്പുറത്ത് പോയില്ലെങ്കിൽ കോപിക്കോ. അങ്ങനെയുള്ള ധാരണ തന്നെ പെശകാണ്, ഇല്ലേ? ചില ക്ഷേത്രത്തിലൊക്കെ തൊഴിൽ വയ്ക്കുമ്പോ ഇനി അങ്ങോട്ട് അവിടെ ഉണ്ട് ഇവിടെ ക്ഷേത്രം, ഇവിടെ ഉണ്ട് ക്ഷേത്രം, ഇനി അവിടെ പോയില്ല അവർ കോപിക്കും. ഒരിക്കലും ആ സംശയം വേണ്ട, കോപിക്കില്ല. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലായിടത്തും വയ്ക്കോ, കുഴപ്പമില്ല. പക്ഷേ ഭഗവാൻ കോപിക്കില്ല, ഭഗവതി കോപിക്കില്ല. നമുക്ക് വെള്ളം കിട്ടാൻ വേണ്ടി നമ്മള് പലയിടത്തും കുഴിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കിട്ടില്ല. അർച്ചുവന്റെ മന്ത്രികുലത്തിലെ ആ മഹാത്മാവിന്റെ കഥ പറയും, ഇല്ലേ? ഒരിക്കല് അതിനെ ഒരാള് കുടിച്ചോണ്ടിരിക്കുമ്പോഴേ അവരെ തന്നെ സഹോദരൻ നടത്തു പ്രാന്തനാണെന്ന് ഉച്ചത്ത് നോക്കപ്പെട്ട് ഇങ്ങനെ കുറെ മണ്ണെടുത്തു എടുത്തു. അപ്പൊ ഇദ്ദേഹം നിന്ന് ചിരിച്ചു. എന്താന്ന് ചോദിച്ചു. അല്ല, അങ്ങ് കാണിക്കുന്ന ഈ വിഡിതം കണ്ടിട്ടാണ്. അതെന്താ, അത് വെള്ളത്തിന് വേണ്ടി കുഴിക്കല്ലേ, ഇതിനെ ഈ പല കുഴി കുഴിക്കണേ. ആ പല കുഴി കുഴിച്ച് ഒരിടത്ത് കുഴിച്ചെന്ന വെള്ളം കിട്ടിയേ. ഇതുപോലെ നമ്മൾ അവിടെയും പോയി ഇവിടെ പോയി എല്ലായിടത്തും പോകും. പക്ഷേ നമ്മുടെ തോന്നലാണ് അവിടെ പോയില്ല കുഴപ്പമാണ്, ഇവിടെ പോയില്ല കുഴപ്പമാണ്. ഒരിടത്ത് കുഴിക്കൂ വെള്ളം കിട്ടും,
അതുപോലെ ഒരു മന്ത്രം പിടിക്കൂ, ഒരു ഗുരുനാഥനെ പിടിക്കൂ, ഒരു മൂർത്തിയെ ഉറപ്പായിട്ട് പിടിക്കും. അതുകൊണ്ട് വേറൊരു മൂർത്തിയെ പിടിക്കരുതെന്നോ വേറെ നാമം ജപിക്കരുതെന്നോ അർത്ഥമില്ല. ആ പിടുത്തത്തിന്റെ ശക്തി അനുസരിച്ചാണ്, കുഴിക്കുന്നതിന്റെ ആഴനുസരിച്ചാണ് വെള്ളം കിട്ടുന്നത്. ഇതുപോലെയാണ് അല്ലേ നമ്മളുടെ ഈ ഈശ്വര ആരാധനയും ഈശ്വര സങ്കല്പമൊക്കെ കുറച്ചും വിപുലമാണ്, വിസ്താരമേറിയതാണ്, ബ്രൂഡാണ്. കാരണം പല ദേവതകളെ നമ്മൾ സങ്കല്പിക്കുന്നുണ്ടായി. പക്ഷേ ഇവിടെ ഈ ദക്ഷിണാദില് സാക്ഷാൽ ഭഗവാൻ തന്നെ പറഞ്ഞു പലതില്ല, ഒന്നേ ഉള്ളൂ. ഒന്നിന്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളും. ഒരു തട്ടാന്റെ സ്വർണം കൊണ്ട് കൊടുത്താല് ഇത് ആഭരണമാക്കി തരാൻ പറഞ്ഞാൽ അയാൾ അതിന്റെ മനോഗതി അനുസരിച്ച് അത് മാലയാക്കണു, വളയാക്കണു, കമ്മലാക്കണു, മൂക്കുത്തിയാക്കണു, ബ്രേസ്ലെറ്റ് ആക്കണു, ആംഗ്ലറ്റ് ആക്കണു, ഹിപ്ലറ്റ് ആക്കണു, ഇതൊക്കെ ആക്കും. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പം ഇത് മാലയാണ്, അത് ഗോതമ്പ് മാലയാണ്, ഇത് കയറുമാലയാണ്, അല്ലെങ്കിൽ ഇത് അരഞ്ഞാണാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ മാലയും അരഞ്ഞാണോ മൂക്കുത്തിയും കമ്മലെല്ലാം കൂടി ഉരുക്കി കഴിഞ്ഞാൽ എന്താവും? ഒന്നാവും. സ്വർണം മാത്രം. ഒരു കള്ളൻ മൊട്ടിക്കാൻ പോയാൽ അവൻ മാലയാണോ അരഞ്ഞാണോ നോക്കാറില്ല, സ്വർണം ഉണ്ടോ നോക്കുള്ളൂ. ഇതുപോലെ നമ്മളും മനസ്സിലാക്കണം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, സമസ്ത പ്രപഞ്ച വസ്തുക്കളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചു കൊണ്ടുപോകുന്നു ഒരേ ഒരു ആത്മാവാണ്, ഒരേ ഒരു തത്വമാണ് എന്ന് നമ്മളെ ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാൻ വേണ്ടി ഈ ദക്ഷിണാത്തിൽ ഗുരുവായൂരപ്പൻ വന്ന് പറഞ്ഞു പലതില്ല എന്ന ഭഗവാൻ സന്ദേശം കൊടുത്ത് ഭഗവാന്റെ വീതം യജ്ഞഭാഗത്ത് ഭഗവാനടുത്തും പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ ദക്ഷിയാഗം ആരാണോ സ്മരിക്കുക അവർക്ക് സർവപാപ നശിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു ബലശ്രുതിയോടുകൂടിയാണ് ആ ദക്ഷയാഗം സർവിച്ചത്. അപ്പൊ ദക്ഷയാഗം കേട്ട നമുക്കെന്ത് മനസ്സിലായി? ദക്ഷന്റെ തല പോയി. അതേ പോയി. എന്തുകൊണ്ട് പോയി എന്നുള്ള ചിന്ത, അല്ലെ എന്തുകൊണ്ടുള്ള ആ ചോദ്യം നമ്മൾ ചോദിച്ച് അടക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ദക്ഷയാഗ കഥ പറയുന്നത് എന്താണ്? അഹങ്കരിച്ചാൽ തല പോകും. ഈശ്വരൻ നിന്ദ ചെയ്താൽ, സജ്ജനങ്ങളെ നിന്ദിച്ചാൽ, അല്ല മറ്റാരെയും വേദനിപ്പിച്ചാൽ അതിന്റെ ദുരിതം നമ്മൾ തന്നെ ഏൽപ്പിക്കണം, അതിന് വേറെ ആരും ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പാക്കി വരുന്നു. അങ്ങനെ ആ ദക്ഷയാഗത്തിലൂടെ സദ്യ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ദുഃഖത്തിലാണ് മഹാദേവൻ ഓടിപ്പോയെന്നും അല്ലേ മഹർഷിമാരിരിക്കുന്ന ആ സ്ഥലത്ത് എന്നും നമ്മൾ പറഞ്ഞു ദാരുവൻ ചെന്നപ്പം അവിടെ വെച്ച് ശിവലിംഗം വീണുപോട്ടെ എന്നുള്ള ശാപവും അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവരെല്ലാം കൂടി പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ ലിംഗാരാധന നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത്ര ശിവലിംഗ ആരാധനയും ഈ ശിവക്ഷേത്രങ്ങളിൽ ലിംഗപ്രതിഷ്ഠയും വന്ന് എന്ന് പറയും. ഇനി ദേവി ഭാഗവത്തിൽ പറയുന്നുണ്ട് വേറെ രീതിയിൽ ഈ ദക്ഷയാഗത്തിലൂടെ സതി നഷ്ടപ്പെട്ട സമയത്ത് മഹാദേവന് പെട്ടെന്നൊരു വിഷമം വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നതാണെങ്കിൽ ആ വിഷമത്തോട് കോപം കൊണ്ടായിട്ട് മഹാദേവൻ, ഇത് ഭാഗവത്തിലില്ലാത്താണ്, ദേവി ഭാഗവത്തിലാണ്, ഞാൻ കൂട്ടിച്ചേർത്തോണ്ട് നമുക്ക് സമർപ്പിക്കാനാണ്. അവിടെ ചിതയിൽ പോയി തന്റെ പ്രിയതമയായുള്ള സതീദേവി അങ്ങനെ ദേഹോപേക്ഷിച്ച സമയത്ത് ശരീരത്തെ കുറച്ച് കരിഞ്ഞിട്ടങ്ങനെ ആ ശരീരം എടുത്ത് തോളിലിട്ടുകൊണ്ട് ഓടിയത്ര, പരിഭ്രാന്തനായിട്ട് ഓടിയത്ര. ദേവന്മാരെല്ലാം ഇത് കണ്ട് ഭയന്നു. മഹാവിഷ്ണുവിനെ വിവരം അറിയിച്ചു. മഹാവിഷ്ണു എന്ത് ചെയ്തു? ഭഗവാൻ അമ്പും വില്ലും എടുത്ത് ഈ ഭഗവാന്റെ തോളിലിരിക്കുന്ന ശരീരത്തെ, ദേവിയുടെ ശരീരത്തെ മുറിച്ചു ഇട്ടത്ര. അത് 108 സ്ഥലത്തായിട്ട് വീണു. ആ ദേവിയുടെ ആ ശരീരം വീണ ഓരോ സ്ഥലമാണത്രേ അത് ദേവിയുടെ പീഠങ്ങളായി വന്നു. വാരാണസ്യാം വിശാലാക്ഷി ഗൗരി മുഖനിവാസിനി ക്ഷേത്രേവൈ നൈമിഷാരണ്യേ പ്രോക്താസ ലിംഗധാരിണി. അങ്ങനെ 108 സ്ഥലത്ത് നിന്ന് ദേവി പീഠം അഥവാ ശക്തിയാലയം, ദേവികളുടെ ശക്തി നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് ഇത്ര ഉണ്ടായത്. എല്ലാ സ്ത്രീകളിലും കാണുന്ന ചൈതന്യം ഈ ദേവിയിൽ നിന്ന് ആവിർഭവിച്ച ശക്തിയാണെന്ന് പറയുന്നു ദേവി ഭാഗത്ത്. വാരാണസ്യാം വിശാലാക്ഷി ഗൗരി മുഖനിവാസിനി ക്ഷേത്രേവൈ നിശാരണ്യേ പ്രദാസ ലിംഗധാരിണി. കാശിയിൽ വിശാലാക്ഷിയായിട്ടും നൈമിശാരണത്തിൽ ലിംഗധാരിണിയായിട്ടും പ്രയാഗയിൽ ലളിതയായിട്ടും ഗന്ധമാദനത്തിൽ കാമുകിയായിട്ടും ദക്ഷിണമാനസത്തിൽ കുമുദയായിട്ടും ഉത്തരമാനസത്തിൽ വിശ്വകാമിയും
ഗോമന്തത്തിലെ ഗോമതിയായിട്ടും മന്ദാരത്തിലെ കാമചാരിണിയായിട്ടും ചൈത്രത്തിലെ മതോത്കടയായിട്ടും ഇങ്ങനെയൊക്കെ വർത്തിക്കുന്നത് അന്ന് സതീദേവിയുടെ ദേഹത്തെ മഹാവിഷ്ണു മുറിച്ചിട്ട് അതിൽ നിന്ന് വന്നാണ് അത്രേ. അങ്ങനെ 108 ശക്തിയാലയം ആവിർഭവിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ആ സതിയുടെ ദേഹം പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോ ത്രയോസ് ദേവീക്ഷേത്രത്തിൽ പോയി ഭജിക്കാനായിട്ട് ഒരു ഭാഗ്യം വന്നു. അങ്ങനെയുള്ള ഈ ദക്ഷയാഗ കഥ, ശിവലിംഗ ആരാധന വന്ന കഥ, ഈ മഹാശിവരാത്രി ഉപവസിക്കുമ്പോഴുണ്ടാകുന്ന ശ്രദ്ധയോടുകൂടിയും നമശിവായ ജപിച്ചുകൊണ്ടോ ഇതുപോലുള്ള കഥകൾ, മഹാദേവനെ സ്പർശിക്കുന്ന കഥകൾ പാടിക്കൊണ്ടോ കേട്ടുകൊണ്ടോ ശിവനാമം ജപിച്ചുകൊണ്ടോ ശ്രദ്ധയോടുകൂടി ഉപാസിച്ചാൽ അങ്ങനെയുള്ള അവർക്ക് ശിവലോകത്തിലേക്ക് പ്രത്യേകിച്ച് ചീട്ടൊന്നും എടുക്കാതെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അത് നമുക്ക് കുറച്ചു നേരം ഇവിടുന്ന് സ്മരിക്കാനായിട്ട് അനുവാദം എന്ന മഹാദേവൻ എൻ്റെ മലബാർ ദേവസ്ഥത്തിലെ അംഗങ്ങൾ, ഇവിടുത്തെ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള പ്രാശിച്ചു തുടങ്ങിക്കൊണ്ടുള്ളവർക്കും എല്ലാവർക്കും ഈ കഥയെന്ന് പറയാൻ പറ്റില്ല, ഇത്രയും ശ്രേഷ്ഠമായ ഒരു പ്രകടനം നമ്മൾ ഇവിടുന്നോണ്ട് എങ്ങനെയോ പറഞ്ഞു ശ്രദ്ധയോട് കേട്ടിരുന്നവർക്കും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സാക്ഷാൽ ചക്രപിതാക്കന്മാരുടെ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം വാരിക്കോരി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനം നമുക്ക് ഈ ഭഗവാന്റെ സ്മരണയിൽ ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ഉദ്ധരിച്ച വാക്കുകളെല്ലാം ഭഗവാന്റെ പാദത്തിലെ അക്ഷരപുഷ്പങ്ങളായിട്ടും ഭഗവാന്റെ കഴുത്തിലേക്ക് വില്ലുകള മാലയായിട്ടും ചാർത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണെങ്കിൽ ഭട്ടതിരിയുടെ വാക്ക് കടയെടുക്കാണ്. പ്രസാദായ പോയാൽ ഭഗവാനെ അവിടുന്ന് സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തില് വാക്കുകൾ ചതഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീ ശങ്കരപാദേ സമർപ്പയാമി.